ഈ സ്ഥലത്ത് ഇന്ന് രാത്രി ഇങ്ങനെ ഒരു സുവിശേഷ യോഗം, ഏകദിന സുവിശേഷ യോഗം നടത്തുവാന് ഇവിടെയുള്ള സഭ, ശുശ്രൂഷകൻ, ദൈവമക്കൾ താല്പര്യപ്പെട്ട് ഇങ്ങനെ വർദ്ധിച്ചതിൽ ദൈവത്തിന് മഹത്വം, നിങ്ങൾക്ക് വിശേഷമായ അഭിനന്ദനവും അറിയിക്കുന്നു. വലിയ വലിയ യോഗങ്ങളെക്കാൾ നല്ലത് ഇങ്ങനെയുള്ള യോഗമാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ദേശത്തെ കർത്താവ് സ്നേഹിക്കുന്നു. ഈ ദേശത്തോട് ദൈവത്തിന് വ്യവഹരിപ്പാനുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ക്രമീകരണം ഇവിടെ ഒരുക്കപ്പെട്ടത്. എളിയവർക്കും യാത്ര ചെയ്ത് ഈ സ്ഥലത്ത് വരുവാൻ ദൈവം കരുണ ചെയ്തു. ഈ യോഗത്തെ പറ്റി കർത്തദാസൻ വിളിച്ച് ഓർപ്പിച്ച സമയം മുതൽ ഓർത്ത് പ്രാർത്ഥിപ്പാനും സ്തോത്രം ചെയ്യുവാനുമെല്ലാം ദൈവം കൃപ നൽകി. യോഗം ആരംഭിച്ചപ്പോൾ മഴയുടെ അല്പപ്രയാസം നേരിട്ടു. മഴ പെയ്യരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കത്തില്ല, കാരണം മഴയും ആവശ്യമാണ്. എന്നാൽ ഈ ശുശ്രൂഷകൾക്ക് ഭംഗം ഉണ്ടാകാതെ വണ്ണം ദൈവം കാര്യങ്ങൾ ക്രമീകരിക്കട്ടെ. പിന്നെ കുട്ടനാടിനെ സംബന്ധിച്ച് ഇപ്പം മഴ പെയ്താൽ അത് പ്രയാസവും കൂടാ. നെല്ലുമൊക്കെ കൊയ്തെടുക്കുന്ന സമയമാണ്. ഞാൻ വന്നപ്പം ചോദിച്ചു ഇവരുള്ളവരോട്, അപ്പോൾ ഇവിടെ എല്ലാം കൊയ്ത്ത് കഴിഞ്ഞെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ പെയ്യുന്നതുകൊണ്ടും വലിയ കുഴപ്പമില്ല. തന്നെയല്ല, കുടിവെള്ളത്തിന് വളരെ ക്ഷാമം നേരിടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ മഴ പെയ്താൽ അതും ശേഖരിച്ച് അവർക്ക് അത് പ്രയോജനമായി തീരും. എല്ലാം ദൈവം നന്നായിട്ട് ചെയ്യട്ടെ. ഈ രാത്രി ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് വളരെ ശാന്തമായിട്ട് ചിന്തിക്കണം. സാധാരണ നമ്മുടെ യോഗങ്ങൾ പലയിടങ്ങളിൽ നടക്കുന്നത് പോലെ അല്ല ഇവിടെ. അപ്പോൾ ആ നിലയിൽ ഇന്ന് രാത്രി ശാന്തമായിട്ട് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. നിശ്ചയിക്കപ്പെട്ടതായ സമയപരിധിയിൽ നിന്ന് തിരുവചനത്തെ അടിസ്ഥാനമാക്കി ഇന്ന് രാത്രി നമുക്ക് ചിന്തിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. അതിന് ആധാരമായിട്ട് വായിച്ചത് തിരുവഴുത്തിൽ നിന്ന് വളരെ പരിചിതമായ ഒരു വേദശകലമാണ്. ഒരിക്കൽ കൂടി ആ വേദഭാഗം ഒന്ന് വായിച്ച് സഹായിച്ചാട്ട്. മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. ദൈവത്തിന് മഹത്വം. സുവിശേഷം അറിയിച്ചു. പ്രാരംഭത്തില് ചില കാര്യങ്ങൾ ഒന്ന് ഓർപ്പിച്ച് എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തി ചില കാര്യങ്ങൾ ശാന്തമായിട്ട് ചിന്തിക്കാം. എൻ്റെ പേര് ഇവിടെ പൊതുവിൽ ഓർപ്പിച്ചല്ലോ. നിങ്ങൾക്ക് ചിലർക്കറിയാം, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിന്. എൻ്റെ പേര് അനീഷ് എന്നാണ്. സ്വന്തം സ്ഥലം ഇവിടെ അടുത്ത് കാവാലത്താണ്. കൃപയാല് യേശുക്രിസ്തുവിനെ അറിയുവാനും ആരാധിപ്പാനും ദൈവം എനിക്കും ഭാഗ്യം നൽകി. ഈ ദേശം ഒക്കെ വളരെ പരിചിതമാണ്. കാവാലം ഇതിനടുത്തായതുകൊണ്ട് പുളുങ്കുന്നും, ചമ്പക്കുളവും, കൈനഗിരിയും, കുട്ടമംഗലവും ഇതിൻ്റെ പ്രാന്തപ്രദേശങ്ങളെല്ലാം പരിചിതരും വേണ്ടപ്പെട്ടവരും ധാരാളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയല്ല, ഞാൻ ദൈവകൃപയിൽ ശരണപ്പെട്ട് പറയാം, ലോകത്തിലെ പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. രാജ്യങ്ങളെല്ലാം പറയുന്നില്ല, പലയിടങ്ങളിലും പോകുവാനിടയായിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുട്ടനാട് തന്നെ അതൃപ്തി. ഇന്നാളിത് പറഞ്ഞപ്പോൾ ഒരു തള്ള പറഞ്ഞു, വെള്ളക്കുഴി അല്ലയോ എന്ന്. വെള്ളക്കുഴിയാന്നും പറഞ്ഞ് കിഴക്കോട്ട് പോയവര് ഉരുള് പൊട്ടിയപ്പം വെള്ളവും ആളും കൊണ്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പം എന്തായാലും നമ്മുടെ ഈ ദേശം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്. ചിലര് കുട്ടനാടിനെ പറ്റി അത്ര തൃപ്തികരമല്ലാത്ത രീതിയിൽ സംസാരിക്കും. ഇവിടുത്തുകാർ തന്നെ വെളിനാട്ടിലൊക്കെ പോയിട്ട്, പണ്ടൊരുത്തനെ വെളിനാട്ടിൽ കുറച്ച് നാൾ താമസിച്ച് തിരിച്ച് നാട്ടിൽ വന്നപ്പോഴേ തെങ്ങയിലോട്ട് നോക്കി വെച്ച് പറഞ്ഞത് എന്തോ കായാണ്. അപ്പോൾ അടുത്ത് നിന്നും പറഞ്ഞു, നീ ഇത് മോട്ടിച്ചേനല്ലയോ നാട് വിട്ടതെന്ന്. എന്ന് പറഞ്ഞാൽ അവനിവിടെ നാട്ടിൽ നിന്നപ്പം എല്ലാവരുടെയും തെങ്ങ കയറി മോട്ടിച്ചു.
പിടികൂടിയപ്പോൾ ഉണ്ടയിട്ട് പോയവനാ. ഇച്ചിരി പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവന് ഇതെന്നാ കായാന്നറിയാൻ മേല. അങ്ങനെയുള്ള ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട്, പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിലും ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ദേശം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്. തന്നെയല്ല, പലയിടങ്ങളിലെ ഞാൻ പോയിട്ടുണ്ട്, പാർത്തിട്ടുമുണ്ട്, ആൾക്കാരെയൊക്കെ അറിയാം. എന്നാൽ കുട്ടനാടിനെ സംബന്ധിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കും നന്നായിട്ട്. ഇപ്പൊ അതിനൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ ചിലർ വരുത്തിയിട്ടുണ്ട്. അത് ഈ പുത്തൻകാശ് വന്നതാ. എൻ്റെ കുഞ്ഞുനാളിൽ എന്നേക്കാൾ പ്രായമുള്ളവര് ഇവിടെ ഇരിപ്പുണ്ട്, അവർക്ക് കുറച്ചുകൂടെ അറിയാം, ഞാൻ പറയണ്ട. ഇപ്പോഴും അങ്ങനെയുള്ള ഭവനങ്ങളും സ്ഥലങ്ങളും ഉണ്ട്. ഒരു വീട്ടിലെ ഒരു മരണം നടന്നാൽ അയലത്തുകാരും ചുറ്റുപാടുള്ളവരാ പന്തലിടുക, എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്നത്. വീട്ടുകാരൊന്നും ചെയ്യണ്ട, അവര് ബന്ധുക്കാരെവിടെയും ഉണ്ടെ പറഞ്ഞു കൊടുത്താൽ മതി. ആളുമൊക്കെ പോകുന്ന അയലത്തുകാരും വേണ്ടപ്പെട്ടവരൊക്കെ പൊയ്ക്കോളും. ഇന്നല്ലയോ മൊബൈലും ഒക്കെ ആയത്, അന്ന് ആള് പറഞ്ഞു വിടുക. മരണം നടന്ന ഉടനെ വേണ്ടപ്പെട്ടവരും അടുത്തുള്ളവരും സമീപവാസികളെല്ലാം ഓടി വന്ന് ആ കാര്യങ്ങളെല്ലാം അവരെ ക്രമീകരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ഇത് മറ്റ് ഇടങ്ങളിൽ അധികം കാണാറില്ല. വിശേഷിച്ച് ആ അമ്മ പറഞ്ഞ പോലെ കിഴക്കോട്ട് ചെന്നാല് തിരുവല്ല, കുമ്പനാട്, റാന്നി, കോന്നി, പത്തനംതിട്ട ഈ സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ അങ്ങനെ കണ്ടമാനം സഹകരിക്കുന്നതായിട്ട് കാണുന്നില്ല. എല്ലാവരും വലിയ വീടുമൊക്കെ വെച്ച് മതിലുമൊക്കെ കെട്ടി, ഒക്കുന്നെങ്കിൽ എത്തിക്കുത്തിയാൽ പോലും കാണരുതെന്നും പറഞ്ഞാൽ മതിൽ കെട്ടുന്നത്. വലിയ ഗേറ്റുമൊക്കെ ഇട്ട് ആമത്താഴുമൊക്കെ ഇട്ട് പൂട്ടി, വാല് മുറിച്ച 2 പട്ടിയും, പിന്നെ നടക്കാൻ മേലാത്തൊരു തള്ളയും അനങ്ങാൻ മേലാത്തൊരു അപ്പനും. പലതും ചത്ത് കിടന്ന 1-2 ദിവസം കഴിഞ്ഞാണ് അറിയുന്നത്. ആൾക്കാരുമായിട്ട് സഹകരിക്കുകയല്ല, കാശ് കുറേ ഉണ്ടെന്നേ ഉള്ളൂ, സഹകരണമില്ല. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പം നമ്മുടെ ഇടയിലുമൊക്കെ ഉണ്ട്. എന്നാൽ കുട്ടനാടിനെ സംബന്ധിച്ച് ഒരു മരണമാന്നേലും ഒരു വിവാഹം ഒരു വീട്ടിൽ നടന്നാൽ ആഴ്ചകൾക്ക് മുമ്പേ വിവാഹമാണെങ്കിൽ ആ വീട്ടിൽ അയലത്തുകാരെല്ലാം വരും, ക്ഷേമങ്ങൾ അറിയുകയും എന്തെങ്കിലും കാര്യങ്ങളുണ്ട് സഹകരിക്കുകയും കൂടുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്യും. അതൊക്കെ നമ്മുടെ ഈ നാട്ടിലാ കുറച്ചുകൂടെ നന്ന്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും കുട്ടനാടിനെ പറ്റി പറയാനാണോ വന്നത്? യോഗം നടത്തുന്നവരും ചിന്തിക്കും കുട്ടനാടിനെ വർണ്ണിക്കാനാണോ ഉപദേശിയെ വിളിച്ചത്? അല്ല, ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ചിലർക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ലാത്തവരുണ്ട്, അതുകൊണ്ടാണ്. തന്നെയല്ല, ഈ ദേശത്തിന് ഒത്തിരി പൗരാണികതയുണ്ട്. കുട്ടനാട് അതിനെപ്പറ്റി ചരിത്രം പഠിച്ചിട്ടുള്ളവരൊക്കെ പല ചരിത്രങ്ങളുണ്ട്. അതിലൊരു ചരിത്രം ചുട്ടനാടായിരുന്നെന്ന്. ചുട്ടനാട് പിന്നെ ലോപിച്ചാണ് കുട്ടനാട് ആയി തീർന്നെന്ന ഒരു ചരിത്രം നിങ്ങൾക്കറിയാം. പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ എല്ലാം വനമായിരുന്നെന്ന്, വനപ്രദേശമായിരുന്നെന്ന്. ആ വനത്തിന് തീ പിടിച്ച് ഇവിടെ എല്ലാം കത്തി ചാമ്പലായി. അപ്പോൾ അങ്ങനെ കത്തി ചാമ്പലായി, അതുകൊണ്ടാണ് പാടത്തിനെല്ലാം കരി എന്നുള്ള പേര് പിന്നീട് വന്നത്. കറുത്ത മണ്ണാണല്ലോ. ആൾക്കാരും മിക്കവരും അങ്ങനെ തന്നെ. അപ്പോൾ അതുകൊണ്ടായി പേര്. രാമങ്കരി, മിത്രക്കരി, ചേന്നങ്കരി, ഊരിക്കരി, കണ്ടങ്കരി, ഇങ്ങനെയുള്ള കരികൾ ഏതാണ്ട് 68ഓളം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. വേറെ ഉണ്ട്. ഇപ്പോൾ ആ ജോലി അധികം കാണാത്തത് കട്ട കുത്തുന്ന ഒരു ജോലി കുട്ടനാട്ടിലുണ്ട്. മിക്ക വീടുകളിലും ആൾക്കാർക്ക് അതറിയാം, പഴയ ആൾക്കാർക്ക്. അപ്പൊ അങ്ങനെ കട്ട കുത്തി ചെല്ലുമ്പോൾ ഇപ്പോഴും തടിയുടെ അംശങ്ങള്, കാണ്ടാമരം, അങ്ങനെയൊക്കെയാ ഒരു ചരിത്രം. എന്തായാലും കൊള്ളാം, അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ് കുട്ടനാട്. ചെങ്കുട്ടവന്റെ നാടും എന്നൊക്കെ ചരിത്രങ്ങളുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ എല്ലാം കൊണ്ടും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേശമാണ്. സഹകരണം, കൂട്ടായ്മ, എല്ലാ നിലയിലും വളരെ അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്. അങ്ങനെയുള്ള ഈ കുട്ടനാട്ടിലെ ജനിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ആ കുട്ടനാട്ടിൽ നിന്നൊരു സുവിശേഷകനായിട്ട് എഴുന്നേൽക്കുവാനും ദൈവം കരുണ ചെയ്തു. ഇന്ന് രാത്രി കുട്ടനാടിന്റെ പ്രധാന സ്ഥലമാണ് കൈനഗിരി.
ഈ സ്ഥലത്ത് വന്ന് യേശുക്രിസ്തുവിനെ സാക്ഷിപ്പാൻ ദൈവം കൃപയും നൽകി. അതോർത്ത് ദൈവത്തിന് മഹത്വം. ഈ രാത്രി എന്നെ കേൾക്കുന്ന ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കണം. ഞാൻ ഓർപ്പിച്ചല്ലോ, എൻ്റെ ജനനത്തിൽ വെച്ച് തന്നെ ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതായിരുന്നു. ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ചത്. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ അമ്മയുടെ രണ്ടാമത്തെ പ്രസവത്തിൽ ഞങ്ങള് 3 ആൺകുട്ടികളായിരുന്നു. ഇച്ചിരി ഒളിയും കൂട്ടിയാ കുഴപ്പമില്ല. സ്തോത്രം. തൊണ്ടയെല്ലാം പോയി കിടക്കുക. അപ്പോൾ അമ്മയുടെ രണ്ടാമത്തെ പ്രസവത്തിൽ ഞങ്ങള് 3 ആൺകുട്ടികളും ഒരു മാംസകഷണമായിരുന്നെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. വീട്ടിൽ വെച്ച് ഒരു കുട്ടിയെ പ്രസവിച്ചുവെങ്കിലും ആ പ്രസവം പൂർണ്ണമായി നടക്കാഞ്ഞത് കൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കി. ഡോക്ടർമാർ പരിശോധിച്ച അനന്തരം പറഞ്ഞു, 1-ൽ കൂടുതൽ കുട്ടികളുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ ഈ സ്ത്രീയെ രക്ഷപ്പെടുത്താം, ഇല്ലെങ്കിൽ ഈ കുട്ടികളെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞു. എൻ്റെ പിതാവിനോടും മാതാവിൻ്റെ മാതാപിതാക്കളോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ സ്ത്രീ രക്ഷപ്പെടട്ടെ, കുട്ടികൾ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിനൊരു കാരണം, എൻ്റെ അമ്മ ഒരാളേ ഉള്ളൂ. വല്യപ്പനും വല്യമ്മയ്ക്കും ഒരു മോളേ ഉള്ളൂ. 5 ആങ്ങളമാരുണ്ടായിരുന്നു, അവർ 5 പേരും മരിച്ചു. പിന്നെ എൻ്റെ അമ്മ ഒരാൾ ശേഷിച്ചു. അപ്പോൾ വല്യപ്പനും വല്യമ്മയ്ക്കും അതുകൂടെ നഷ്ടപ്പെടണ്ട, അതുകൊണ്ടാണ് പറഞ്ഞ കുഞ്ഞുങ്ങള് മാറ്റപ്പെടുന്നെങ്കിൽ പെടട്ടെ, ഈ മകളെ രക്ഷപ്പെടുത്തണം. അന്നത്തെ കാലമാ, ഇന്നത്തെ അത്ര സജ്ജീകരണങ്ങളൊന്നുമില്ല. എന്തായാലും ഡോക്ടർമാര് ആ കാര്യങ്ങൾ ചെയ്തു. ഏതാണ്ട് രാത്രിയിൽ ഒരു 9:45 ഒരു കുട്ടിയെ പ്രസവിച്ചു. ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റ് 2 കുട്ടികളെയും പ്രസവിച്ചു. ഡോക്ടർമാർ വിധി എഴുതി കുട്ടികൾ 3 മരിച്ചെന്ന്. ആ കുട്ടികളെ മാറ്റിക്കിടത്തി. സ്ത്രീ എൻ്റെ അമ്മയ്ക്ക് വേണ്ട പ്രഥമ ശുശ്രൂഷകളെല്ലാം ദ്രുതഗതിയിൽ അവർ ചെയ്തു. അപ്പോൾ നേരം വെളുത്തു. ഇതൊക്കെ പറഞ്ഞുള്ള അറിവാ. അധികാലത്ത് ഈ കുട്ടികളെ 3 മാതാവിൻ്റെ വീട്ടിൽ കൊടുത്ത് മറവ് ചെയ്യുവാൻ വേണ്ടി ഒരു സിസ്റ്റർ വന്ന് ഒരു കുട്ടിയെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് മാറ്റിക്കിടത്തി. രണ്ടാമത്തെ കുട്ടിയെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് മാറ്റിക്കിടത്തി. 3-ാമത്തെ കുട്ടിയെ എടുത്തപ്പോൾ അതിൻ്റെ കാല് അല്പം ചലിച്ചു എന്ന് അവർ പറഞ്ഞു. അവരോട് ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, അതിലെ ഒരു കുട്ടിക്ക് ജീവൻ ഉണ്ടെന്ന് പറഞ്ഞു. അവര് പറഞ്ഞില്ല സിസ്റ്ററെ, നിങ്ങളുടെ ഭയം കണ്ട് തോന്നിയതാ, കൊടുത്തു വിട്ടേക്കാൻ പറഞ്ഞു. അവര് വീണ്ടും വന്ന് കുട്ടിയെ എടുത്തപ്പോൾ അതിന് ജീവൻ ഉണ്ടെന്ന് മനസ്സിലായി. ക്ഷണത്തിൽ തന്നെ ഒരു ലേഡി ഡോക്ടറാ അവരെ നിർബന്ധിച്ചു കൊണ്ടുവന്ന് കുട്ടിയെ കാണിച്ചു. അവര് വന്ന് നോക്കിയപ്പോൾ അതിന് ജീവനുണ്ടെന്ന് ബോധ്യപ്പെട്ടു. ക്ഷണത്തിൽ ഈ കുട്ടിയെ എടുത്തു കൊണ്ടുപോയി വേണ്ട പ്രഥമ ശുശ്രൂഷകളെല്ലാം നൽകി. മറ്റ് 2 ആൺകുട്ടികളെയും ഈ മാംസകഷണവും വീട്ടിൽ കൊടുത്ത് മറവ് ചെയ്തു. 3-ാമത്തെ കുട്ടി അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ഇത്രയും പറഞ്ഞപ്പം കുട്ടി ഏതാന്ന് പിടികിട്ടി കാണും. ഒരിക്കലും ഇത് പറഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഒരമ്മ ചോദിച്ചു, ആ കൊച്ചിപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ട്. ഒന്ന് കണ്ടാ കൊള്ളായിരുന്നു. എന്തായാലും ജനനത്തിൽ വെച്ച് രക്ഷപ്പെടുവാൻ ദൈവം കൃപ നൽകി. ഞാൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചല്ലോ, ഞങ്ങള് ഹൈന്ദവ വിശ്വാസത്തിലും ആചാരത്തിലും എൻ്റെ വീട്ടുകാര് ആയിരുന്നത് കൊണ്ട് അന്നത്തെ വിശ്വാസവും ആചാരവും അനുസരിച്ച് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് അങ്ങനെയാണ് വളർന്നത്, എന്നെ വളർത്തിയത്. എൻ്റെ അനുഭവം വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ ഭക്തിയോടെ ജീവിപ്പാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. ഓർമ്മയായ സമയം മുതൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ക്ഷേത്ര ദർശനം നടത്തും. ഒറ്റ ദിവസം പോലും മുടക്കിയിട്ടില്ല. സുഖമില്ലാത്ത ചില ദിവസങ്ങൾ പോകാതിരുന്നേ ഉള്ളൂ, അല്ലാത്ത ഒറ്റ ദിവസവും മുടക്കിയിട്ടില്ല. ഓർമ്മയായ സമയം മുതൽ
എല്ലാ ദിവസവും രാവിലെയും ക്ഷേത്ര ദർശനം നടത്തും, നിർമ്മാല്യ ദർശനത്തിനും പങ്കുകൊള്ളും. വൈകിട്ടത്തെ ദീപാരാധനയും മുടക്കത്തില്ല. അത് എല്ലാ ദിവസവും. സ്കൂളിൽ പഠിക്കുന്ന സമയം 6 കയറി അക്കരെ കടത്തിറങ്ങിയിട്ട് വേണം കാവാലം NSS ഹൈസ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ആ സ്കൂളിലേക്ക് പോകുന്ന വഴി പള്ളിയിറക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രമുണ്ട്. അതിനോട് ചേർന്നൊരു 3-4 ക്ഷേത്രമുണ്ട്. മൊത്തം 5 ക്ഷേത്രമാണ്. അവിടെ 5 ഇടത്തും കയറി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് സ്കൂളിൽ പോകുന്നത്. അല്പം നേരത്തെ ഇറങ്ങും വീട്ടിൽ നിന്ന്. വൈകിട്ടും അങ്ങനെ ഉള്ള ചിട്ടകളാണ്. ഞാൻ ഓർപ്പിച്ചത് എന്നാലാവും വിധം വളരെ ഭക്തിയോടാണ് ചെറുപ്പത്തിൽ ജീവിച്ച് വളർന്നു വന്നത്. ഞാൻ ദീർഘമാക്കുന്നില്ല, സമയത്തെയും കൂടെ ഭയപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രക്ഷിക്കപ്പെടുവാൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ എനിക്ക് ഇടയായത്. അതിന് മുഖാന്തരമായിട്ട് സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ടു, ചികിത്സകൾ ചെയ്തു. വേണ്ട വിധത്തിൽ ഭേദമൊന്നും വന്നില്ല. ഞാൻ അധികം വിവരിക്കുന്നില്ല. ആ അസുഖം അല്പം പ്രയാസം ആക്കി, അല്പം രൂക്ഷമായി ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റിന് വിധേയപ്പെടേണ്ടി വന്നു. മരുന്ന് കഴിക്കുന്നു, ചികിത്സകളൊക്കെ ചെയ്യുന്നുണ്ട്. അന്നത്തെ വിശ്വാസവും ആചാരവും ഒക്കെ അനുഷ്ഠിച്ച് എന്നാലാവും വിധം, വീട്ടുകാരാലാവും വിധം പല കാര്യങ്ങൾ ചെയ്ത്. എന്നാൽ എനിക്ക് വേണ്ട വിധത്തിൽ സമാധാനമോ ആശ്വാസമോ സൗഖ്യമോ വിടുതലോ ഒന്നും ലഭിക്കുന്നില്ല. എന്തിനേറെ ഇങ്ങനെയുള്ള സന്ദർഭത്തില് വൃശ്ചികവ്രതം ആരംഭിച്ചു. ഞാനും പതിവ് പോലെ വൃശ്ചികവ്രതം എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സന്ധ്യയ്ക്ക് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ദീപാരാധന കഴിഞ്ഞു. അന്ന് ചിലര് കെട്ടുമുറുക്കി മലയ്ക്ക് പോകുന്നു. അതിനും കൂടി ശരണമൊക്കെ വിളിച്ച് നാമജപം ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ സുഖമില്ലാത്ത സമയമാണ്, ശാരീരിക പ്രയാസങ്ങളൊക്കെ ഒത്തിരിയുണ്ട്. വീട്ടിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഇതുപോലെ ഒരു പെന്തിക്കോസുകാരുടെ മുറ്റത്തൊരു യോഗം. അപ്പൊ ഞാൻ വീട്ടിലേക്ക് പോവുക. ഇതുപോലെ ഒരു 2-ാം മുണ്ടുണ്ട്, കയ്യിൽ പ്രസാദമുണ്ട്, കളപക്കുറിയും നെറ്റിയിലും ശരീരത്തിലും ഒക്കെ ഉണ്ട്. വീട്ടിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഇതുപോലൊരു യോഗം. ഇത്ര ആളും ഒന്നുമില്ല, കുറച്ച് പേര് ഒരു മുറ്റത്ത്. അപ്പൊ ഞാൻ അങ്ങോട്ട് മാറി ഒരു പൂമരശന് മറഞ്ഞു നിന്ന് ഇരുട്ടത്ത് നിന്ന് യോഗം ഇങ്ങനെ ശ്രദ്ധിച്ചു. ഇതുപോലെ മൈക്കൊന്നുമില്ല, യോഗം ഇങ്ങനെ ശ്രദ്ധിച്ചു. അപ്പോൾ വലിയ ബഹളവും ഒച്ചപ്പാടും നാടൻ ഭാഷ പറഞ്ഞ തുള്ളലും ബഹളവും ഒക്കെയാ. എനിക്ക് ഒന്നും പിടി കിട്ടുന്നില്ല. ഇപ്പോഴും എനിക്ക് പിടി കിട്ടുന്നില്ല ചിലത്. അപ്പൊ അന്ന് ഒന്നും മനസ്സിലാകുന്നത് എല്ലാം കൂടെ അയ്യോ പൊത്തോ എന്നൊക്കെ അങ്ങ് കൂവുക. നമുക്ക് അങ്ങനെ തോന്നുക, അയ്യോ ഓടിവായോ എന്നൊക്കെയാ കേൾക്കുന്നത് നമുക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ ദൂരെ നിന്ന് ഇരുട്ടത്ത് ആ പൂവരശന് മറഞ്ഞിരുന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചു. ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത, എനിക്ക് സൗഖ്യം ഇതുവരെ ലഭിച്ചില്ല, പ്രയാസമുണ്ട്, പല ബുദ്ധിമുട്ടുകളുണ്ട്, ചിലപ്പോൾ ഇവര് പ്രാർത്ഥിച്ചാൽ എനിക്ക് സൗഖ്യം കിട്ടും എന്ന് എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത. ആ ചിന്ത ഉണ്ടായെങ്കിലും അങ്ങോട്ടൊന്നും ചെന്നില്ല, ഇങ്ങനെ മാറി നിൽക്കുക. അല്പം കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥന കൂട്ടത്തിൽ നിന്ന് ഒരു പയ്യനെ നടന്നിങ്ങോട്ട് വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഉപദേശിയോട് പറയണേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഇവനെ പുറകോട്ട് ഓടിച്ചെന്ന് ഇതുപോലെ ദൈവദാസന്മാരിപ്പോണ്ട് അതിലൊരാളോട് പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന്. അവിടെയുള്ള പ്രിയപ്പെട്ടവര് പ്രാർത്ഥിക്കാൻ എന്നെ വിളിച്ചു, മുൻപോട്ട് വരാൻ പറഞ്ഞു. ഞാനും മുൻപോട്ട് വിളിക്കുമെന്ന് ഓർത്തില്ല, അവരതിനെ അങ്ങ് പ്രാർത്ഥിക്കുമെന്നാ ധരിച്ചു. മുൻപോട്ട് വാ, പ്രാർത്ഥിക്കാം. അറച്ചും മടിച്ചു വന്നതിലും രോഗത്തിന്റെ കാഠിന്യം ഞാനല്ലയോ അനുഭവിക്കുന്നത്, അതുകൊണ്ട് അമാന്തിച്ചില്ല. അല്പം അറച്ചും മടിച്ചുമൊക്കെ നിന്നെങ്കിലും മുൻപോട്ട് നടന്നു ചെന്നു. അവിടെയുള്ള ദൈവമക്കളും ദൈവദാസന്മാരെല്ലാം കൂടെ ചേർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ദാസന്മാരിൽ ചിലര് എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു എന്നെ സൗഖ്യമാക്കി. എന്തിനേറെ വിവരിക്കുന്നില്ല. രാത്രിയില് ഒരു 11:45 ആയപ്പോൾ
രക്ഷിക്കപ്പെടുവാൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിപ്പാൻ ആ രാത്രി ദൈവം ഭാഗ്യം നൽകി. അങ്ങനെയാണ് ഞാൻ ഈ മാർഗത്തിൽ വന്നത്. വേറെയും പല കാര്യങ്ങൾ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, അതിന് മുതിരുന്നില്ല. അന്ന് മുതൽ ഇന്ന് വരെ ദൈവം സൂക്ഷിച്ചു. അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാലും ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഇന്ന് വരെ നിൽപ്പാൻ ഇടയായി. ഈ രാത്രി ഈ ദേശത്ത് വന്നും യേശുക്രിസ്തുവിനെ സാക്ഷിപ്പാൻ ഇടയായതിൽ ദൈവത്തിന് മഹത്വം. സാധാരണ യോഗമൊക്കെ തുടങ്ങി പ്രസംഗത്തിൻ്റെ സമയം ഒക്കെ ആകുമ്പോൾ ആ സാധാരണ ചെല്ലുക പതിവ്. എന്നാൽ ഇവിടെ അല്പം നേരത്തെ വന്നു. അതിന് പല കാര്യമുണ്ട്, സഹോദരന്മാരും ഒക്കെ ഉണ്ട്. അപ്പം അവരും വളരെ സന്തോഷത്തോടാണ് വന്നത്. ഇവിടെ ജമൽസനും ടീമുമാണ് പാട്ട് പാടുന്നത്. നമുക്ക് വേണ്ടപ്പെട്ടവരാ. മാന്യ സഹോദരന്മാരും എൻ്റെ കൂടെ വന്നു. അപ്പം ഈ ദേശം അവർക്കും വലിയ സന്തോഷമാണ്. ഒരാൾ പറഞ്ഞു ഇവിടെ അങ്ങ് വീട് വെച്ച് താമസിച്ചല്ലാനാണ്. ഇങ്ങനെ നോക്കിയിരിക്കാവല്ലോ എന്ന്. ആട്ടെ, അപ്പോൾ ഇവിടെ വന്നു. ഞങ്ങളതിനെ സമീപ ഭവനത്തിൽ മഴയൊന്ന് ചാറിയപ്പോൾ ആ വീട്ടിൽ ചെന്നു. എന്തുവാ അദ്ദേഹത്തിൻ്റെ പേര് പ്രകാശ് ഇല്ലയോ, പ്രകാശു അംബികി. ആ മാന്യ കുടുംബത്തിൽ അല്പസമയങ്ങൾ ഇരുന്ന് ചായയൊക്കെ ഇട്ട് തന്നു. നല്ല ചായ, പഴമൊക്കെ കഴിച്ചു. അതുകൊണ്ട് വയറുമൊക്കെ ഒന്ന് തണുത്തു. ആ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ഇവിടെ വന്ന് ഇത്രയും ദൈവമക്കളെയും ഈ സമീപവാസികളെയും പ്രിയപ്പെട്ടവരെയും കാണുവാനും നിങ്ങളോടൊരുമിച്ച് ഇന്ന് രാത്രി ഇങ്ങനെ കൂട്ടായ്മ ലഭിച്ചതിൽ ദൈവത്തിന് മഹത്വം. ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച ഇവിടുത്തെ മാന്യ സഭ, ശുശ്രൂഷകൻ, കുടുംബം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടുത്തെ കർത്താവിൻ്റെ ദാസന്റെ സഹധർമ്മിണി എനിക്ക് വേണ്ടപ്പെട്ടയാളാണ്. സ്തോത്രം. കുഞ്ഞുനാൾ മുതൽ അറിയാൻ ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. നിങ്ങൾ പെന്തിക്കോസുകാർ വന്നിട്ടുണ്ടെങ്കിൽ, വന്നതായിട്ടൊന്നും അറിയുന്നില്ല, അതുകൊണ്ടാണ്. വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ശുശ്രൂഷയിൽ സഹകരിക്കുകയും ചെയ്യണം. ആരും വന്നില്ലെന്നാ തോന്നുന്നത്. ആട്ടെ, വായിച്ച തിരുവെടുത്ത് ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. നമോ നമോ സ്വാമി നമോ നമോ യേശു നായക ശ്രീജ നമോ നമോ നാജവാരണ സ്വാമി നമോ നമോ.
നമോ നമോ മാനവസുതവൈര്യ നമോ നമോ. Salla Cristo namo namo dinage. നമ്മുടെ കരമുയർത്തി ദൈവത്തിന് മഹത്വം കരയേറ്റാം. ഈ നല്ല രാത്രിക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ രാത്രിയിലെ തിരുവചന ധ്യാനത്തിന് അടിസ്ഥാനമായിട്ട് വായിച്ചത് വളരെ പരിചിതമായ ഒരു തിരുവെടുത്താണ്. ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് വായിച്ച് സഹായിച്ചാട്ടെ. മൈക്ക് കൂടെ ആ മൈക്കിന്റെ ഓളിയും കൂടെ കൂട്ടണം മോനെ. മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. ഇന്ന് രാത്രി അതാ ഇവിടെ നടക്കുന്നത്. മതം മാറ്റുമൊന്നുമല്ല. ആളെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടി ഓളം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി എപ്രാണം കയറി തോട്ടിച്ചാടുന്ന ഒന്നുമല്ല സുവിശേഷം. ഇന്ന് രാത്രി ആരെയും സഭ മാറ്റാൻ വന്നതുമല്ല, മതം മാറ്റാൻ വന്നതുമല്ല. ഇന്ന് രാത്രി ഇവിടെ വന്നത് സുവിശേഷം അറിയിക്കാൻ. ഈ വായിച്ച തിരുവെടുത്ത് വേദപുസ്തകം വായിക്കുന്നവർക്കറിയാം. യോഹന്നാൻ സ്നാപകൻ സുവിശേഷം അറിയിച്ചു. അതാണ് ആ ഭാഗത്ത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ യേശു ക്രിസ്തുവിന് മുന്നോടിയായിട്ട് വന്ന ആളാണ്. എനിക്ക് തോന്നുന്ന സിനിമാ പാട്ടാന്നോ നാടകത്തിലെയാണോ എന്തോ കേട്ടിട്ടുണ്ട് കൊച്ചുനാളിൽ. സിനിമാ പാട്ടാന്നാ തോന്നുന്നത്. അതാ അവനതറിയാം. അതിന് സംഗീത ക്രിസ്തീയ ഗീതാവിൽ ചോദിച്ചാൽ അറിയത്തില്ല. ഞാൻ പാടിയ ചിലപ്പോൾ തെറ്റും. പഴയ ആൾക്കാർക്ക് അറിയാം. ദൈവപുത്രനെ എങ്ങനെ വീതി ഒരുക്കാൻ ദൈവപുത്രനു വീതിയൊരുക്കാൻ സ്നാപക അങ്ങനല്ലേ? ചുമ്മാ. അപ്പം ദൈവപുത്രനെ വീതിയൊരുക്കാൻ വഴിയൊരുക്കാൻ സ്നാപക യോഹന്നാൻ. ആ സിനിമ കണ്ടവർ ഇതിനകത്ത് കാണും. ഇപ്പൊ എല്ലാവരും അങ്ങ് മാലാഹ കളിച്ചിരിക്കുക. ആട്ടെ, ഇനിയിപ്പം ഞാനത് പാടി വിവാദമാക്കുന്നില്ല. അപ്പൊ എന്തായാലും കൊള്ളാം, യേശു ക്രിസ്തുവിനെ വഴിയൊരുക്കാൻ വന്നയാളാണ് സ്നാപക യോഹന്നാൻ. ആ യോഹന്നാൻ സ്നാപകൻ തൻ്റെ ജീവിതത്തിൽ യേശുവിനെ പറ്റി വെളിപ്പെടുത്തി, അറിയിച്ചു, സംസാരിച്ചു, പ്രസംഗിച്ചു. അതാണ് ഈ വാക്യം. ഒന്നുകൂടെ വായിച്ചു. അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി സുവിശേഷത്തെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ശാന്തമായിട്ട് ചിന്തിച്ച് ഈ രാത്രി നമുക്ക് പ്രാർത്ഥിച്ച് പിരിയാം. സുവിശേഷം ചിലർക്ക് ഈ വാക്ക് കേൾക്കുന്നത് തന്നെ ഇഷ്ടമല്ല. ചിലർക്ക് ഈ പദം കേൾക്കുമ്പോൾ തന്നെ അവരുടെ മുഖം അങ്ങ് വല്ലാതാകും. ചിലര് ഇങ്ങനെയുള്ള പ്രതികളൊക്കെ വലിച്ചു കീറുകയും കത്തിക്കുകയും ഇതുമായിട്ട് നടക്കുന്ന ചിലരെ ഉപദ്രവിക്കുകയും ചെയ്യാറുണ്ട്. ചില ഇടങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മളെ അടിമുടി ഒന്ന് നോക്കും. ചില ഇടങ്ങളിൽ ചെല്ലുമ്പോൾ അവർ പറയത്തില്ലെങ്കിലും കൈ കൊണ്ട് കാണിക്കും.
അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, എന്തായി സുവിശേഷം? എന്തുവായി സുവിശേഷം? ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, മതം മാറ്റുന്ന മാർഗമല്ല, സഭ മാറ്റുന്ന മാർഗമല്ല, ആളെ കണ്ടമാനം കൂട്ടി ഓളവും ബഹളവും മേളവും ഉണ്ടാക്കുകയല്ല, റോഡ് ബ്ലോക്ക് ചെയ്യുകയല്ല, മറ്റുള്ളവർക്ക് തടസ്സം സൃഷ്ടിക്കുന്നതല്ല. പണ്ടൊക്കെ പറയാൻ നിങ്ങൾ നാട്ടുകാരെ കിടത്തി ഉറക്കുകയല്ലെന്ന്. അയ്യോ ഇല്ലില്ല, ഞങ്ങളുടെ ഇപ്പം അങ്ങേയറ്റം പോയ 9:30 ആകുമ്പോൾ നിർത്തും. അത് തന്നെ ഞങ്ങളുടെ ആൾക്കാർ വിഷമിച്ചായിരിക്കുന്നത്. 9 ആകുമ്പോഴേ ബൈബിളിന്റെ സിപ്പ് ഇട്ട് കാണിക്കും. ഒക്കെ പണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് മതം മാറ്റുകയല്ല, സഭ മാറ്റുകയല്ല, തത്വസംഹിതകളെ അറിയിക്കുകയല്ല, പ്രത്യേക ശാസ്ത്രങ്ങളെ പറ്റി വിസ്തരിക്കുകയല്ല, അഭിപ്രായങ്ങൾ ഒന്നും പറയുകയല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു. ഞാൻ ഈ പറയുന്ന കാര്യമെല്ലാം ദൈവമക്കളായ പ്രിയപ്പെട്ടവർക്ക് അറിയാം. അറിയാത്തവരുടെ അറിവിനെ വാക്യം കൂടെ ഒന്ന് വായിക്കുന്നത് ഉചിതമായിരിക്കും, വാക്യം വായിക്കുന്നത്. കാരണം ബഹുമാന്യരായ പ്രിയപ്പെട്ടവര് മനസ്സിലാക്കണം, ഇത് ബൈബിളിലുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. നാളെ ഒരു അവസരത്തിലാന്നേലും ആരേലും ഒരു ഉടക്കോ പ്രശ്നമോ വന്നാൽ, എങ്ങാണ്ടിന്ന് ഒരുത്തം വന്നു, പാറപ്പുറത്ത് ചിരട്ട കിട്ടൊരിക്കുന്ന ശബ്ദമാണ്, കറാപിറാന്ന ശബ്ദം, ഏതാണ്ടെല്ലാം വിളിച്ചു പറഞ്ഞേച്ച് ഓടിക്കളഞ്ഞു എന്ന് പറയണ്ട. അപ്പം നാട്ടുകാരാന്നേലും പ്രിയപ്പെട്ടവരാന്നേലും പറയണം, പുള്ളി വേറെ പുസ്തകത്തിൽ നിന്നാ വായിച്ചു പറയിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് വേറെ പുസ്തകം വായിച്ചു. 2 പേരെ വായിക്കാമല്ലോ, 2 പേര് മാറി മാറി വായിക്കാം. അപ്പോൾ എന്താണ് സുവിശേഷം? അറിവുള്ള വാക്യം തിമോഥെയോസിന്റെ 2-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമാണല്ലോ. വായിച്ചു, അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു എന്റെ സുവിശേഷം. അപ്പൊ എന്താ സുവിശേഷം? യേശുക്രിസ്തു. സ്തോത്രം. ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ, ബഹു ജ്ഞാനികൾക്കുള്ളിരിക്കും, ജ്ഞാനികൾക്കുള്ളിരിക്കും വേദവേദാന്തനെ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? ഇവിടെ വായിച്ചു കേട്ടല്ലോ, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു സുവിശേഷം. സ്തോത്രം. അപ്പൊ സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു. എന്തുവാ ഈ സുവിശേഷം? നല്ല വാർത്തയാ, ഗുഡ് ന്യൂസ്, സദ്വർത്തമാനം, നല്ല വാർത്ത. അതെന്തായി നല്ല വാർത്ത? അല്ലാത്ത വാർത്തയെല്ലാം നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്തയാ. ഇപ്പൊ ഇങ്ങോട്ട് വള്ളത്തെ പോന്നപ്പോൾ ഒരു വാർത്ത കേട്ടു, ഒരു അമ്മയും കുഞ്ഞും ആറ്റിലെ കടവിൽ നിൽക്കുന്നു, കുഞ്ഞു മരിച്ചെന്ന്. നല്ല വാർത്തയല്ലല്ലോ. ആ പ്രിയപ്പെട്ടവര് അതിദുഃഖത്തില്, കേൾക്കുന്നവർക്കും ദുഃഖമാ. നല്ല വാർത്തയല്ല. കേൾക്കുന്ന വാർത്തയൊന്നും നല്ലതല്ലല്ലോ. സ്തോത്രം. ഇനിയും പിന്നെയും പുതിയ രോഗങ്ങൾ വരുന്നു, നല്ല വാർത്തയല്ല. പലത് വന്നു, എന്നിട്ട് പഠിക്കുന്നുമില്ല. വെള്ളപ്പൊക്കം വന്ന് നിങ്ങൾക്കറിയാം, 2018 ഞാൻ വളരെ ശ്രദ്ധിച്ചു, ഒരതിരും കാണാൻ മേല.
മറ്റേതെന്നും രാവിലെ അതിരെ പോയി കുറ്റി അടിക്കുന്നു, കല്ല് മാറ്റി ഇടുന്നു, പൂമനുഷ്യന്റെ കമ്പ് വെട്ടി അതിരെ താക്കുന്നു. എനിക്ക് ഒരു വല്യമ്മേനെ അറിയാം. രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ തള്ള എപ്പോഴും അതിരയിലായിരിക്കുന്നത്. അപ്പുറത്തുകാരുടെ അതിര് മാന്തുക, നിവർന്ന് നടക്കാൻ മേല കൂന. എന്നാലും കൂനി അവിടെ ഇരുന്ന് പുള്ളിക്കാർ ചെയ്യുന്നത് വയ്യ. ഈ പിണ്ടി കൊണ്ട് അതിരയിലിട്ടേച്ച് അപ്പുറത്തുകാരുടെ പുറയുടെ അല്പത്താഴ്ചയാണ്. പിണ്ടി ഇങ്ങനെ ഇടും, പിണ്ടി ഇട്ടേച്ച് ചെറിയ കമ്പ് കൊണ്ടിങ്ങനെ താക്കും. ആ പിണ്ടി അങ്ങോട്ട് തള്ളിപ്പോവും. അന്നേരം അതിന് മണ്ണ് കൊണ്ടിടും. അതിര് മാന്തുക. അമ്മ ഇപ്പം ഇല്ല. പക്ഷേ നീ കൂടെ എവിടോട്ട് പോവുക? അവിടെ ഇരി, നീ പോകരുത് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ അതിരെ ബഹളമുണ്ടാക്കിയവരും വഴക്കുണ്ടാക്കിയവരും അതിര് മാന്തിയവരും അതിരെ കല്ല് വെച്ച് വഴക്കുണ്ടാക്കിയവരും കുറ്റി നാട്ടിയവരെല്ലാം വെള്ളം പൊങ്ങിയപ്പോൾ ഒരതിരും കാണാനില്ല. അതിരും കാണാനില്ല. ഇവിടെ എങ്ങും ആരെയും കാണാനില്ല. ഒന്നെങ്കിൽ ചങ്ങനാശ്ശേരിയിലെ ആലപ്പുഴ. ഇത്ര ഉള്ളു മനുഷ്യന്റെ കാര്യം. അപ്പൊ ശ്രദ്ധിക്കുക. കേൾക്കുന്ന വാർത്തയെല്ലാം നമ്മുടെ ചെവിക്ക് കർണത്തിന് സുഖം തരുന്നതല്ല, അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. പണ്ട് ഉണ്ണായി വാര്യര് നളചരിതത്തിലെ ഒരു വരി എഴുതി: ചലതളി ജങ്കാരം ചെവികളിൽ അങ്കാരം, കോകില കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ, കുസുമസൗരവന്യാസ കുകരസരസൈരിഭം, അതിദുഃഖ കാരണമെന്ന്. നളചരിതത്തിലെ ഒരു ഭാഗമാണ്. ചലതളി ജങ്കാരം ചെവികളിൽ അങ്കാരം, കോകില കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ. ഈ ശബ്ദവും കുയിലിന്റെ നാദവും ശബ്ദവും ഒക്കെ അങ്ങ് വലിയ അസ്വസ്ഥതയാണ്. കൊടിയ കർണശൂലങ്ങൾ, കുസുമസൗരഭം, ഈ പൂവിന്റെ സുഗന്ധമുണ്ടല്ലോ, കുസുമസൗരഭം, നാസാ കുകരസരസൈരിഭം, മൂക്കാകുന്ന ഗുഹയ്ക്കകത്തോട്ട് കയറിയിട്ട് അതും ദുഃഖം. കുസുമസൗരഭൻ നാസാ കുകരസരസൈരിഭം, അതിദുഃഖ കാരണം. ഈ നാരാമസഞ്ചാരം എല്ലാം ദുഃഖമാണ്. അപ്പൊ കേൾക്കുന്ന വാർത്തകളെല്ലാം സുഖകരമായ വാർത്തയല്ല. ഭീതി ഉണ്ടാക്കുന്നതും വിഷമം ഉണ്ടാക്കുന്നതും ദുഃഖം വർദ്ധിപ്പിക്കുന്നതും മനുഷ്യനെ അസ്വസ്ഥതപ്പെടുത്തുന്നതുമായ വാർത്തകളാണ് നമ്മൾ കേൾക്കുകയല്ലേ. നമ്മുടെ ജോയിക്കുട്ടി മരിച്ചു. അയ്യോ, എങ്ങനെ? നടന്നു പോയപ്പോ ഒരിക്കലെടുത്തതേ ഉള്ളൂ. ഇതാ വാർത്തകൾ. തങ്കമാമ കടന്നുപോയി. അയ്യോ, എങ്ങനെ പോയി? ഒരു വായിക്കോട്ടെ വിട്ടതാ, പിന്നെ വാ അടച്ചില്ല. അടുത്തിരുന്ന മേരിയാ പിന്നെ വാ. ഈ വാർത്തയൊന്നും നല്ല വാർത്തയല്ല, നമുക്ക് മനോദുഃഖം ഉണ്ടാക്കുന്ന വാർത്തയാ. ഒത്തിരി ഉണ്ട്. അപ്പോൾ സുഖം തരുന്ന വാർത്തകളും സന്തോഷമുണ്ടാക്കുന്ന വാർത്തകളില്ല. കേൾക്കുന്നതെല്ലാം പത്രം എടുത്ത് നോക്കിയേ, എന്തോ വാർത്തകളാ. അവിടെ തിരുവല്ല കഴിഞ്ഞ് അങ്ങോട്ട് പത്തനംതിട്ടയ്ക്ക് പോകുമ്പോൾ ഒരു സ്ഥലം എലന്തൂര് ഒരു തള്ള ഭർത്താവ് കൂടെ ചേർന്ന് വേറൊരു സ്ത്രീയെ, നിങ്ങൾ പേപ്പറൊന്നും വായിച്ചില്ലെന്ന് തോന്നുന്നു, അതോ കൈനീരി പേപ്പർ വരുന്നില്ലേ? ഉണ്ട്, വാർത്തതാ. നല്ല വാർത്തയല്ലല്ലോ. ഒരു സ്ത്രീയെ പച്ചയ്ക്ക് കണ്ടിക്കുക പ്രസാദം വാങ്ങാൻ. നല്ല വാർത്തയല്ലല്ലോ. ഒത്തിരി ഉണ്ട്, എല്ലാം നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് മനപ്രയാസവും ബുദ്ധിമുട്ടും ദുഃഖവും വർദ്ധിപ്പിക്കുന്ന വാർത്തകളാണ്. ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുന്ന ഈ ലോകത്തിൽ നല്ല ഒരു വാർത്ത കൊണ്ട്, അതാണ് സുവിശേഷം, സദ്വർത്തമാനം, ഗുഡ് ന്യൂസ്. ഞാൻ എപ്പോഴും പറയും ന്യൂസ്. എനിക്ക് ആംഗലേയ ഭാഷ വലിയ വശമില്ല. കുട്ടനാട്ടിൽ വിദ്യാനിപുണന്മാരായ ധാരാളം ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ. ഞങ്ങളുടെ നാട്ടിലെ കാവാലത്തെ പ്രഗത്ഭനായ ആൾക്കാരായിരുന്നു. ഒന്ന് ചാലയിലെ സർദാർ KM പണിക്കര്, അതികായകനാ, വിദ്യാനിപുണനാ. നെഹ്റു മന്ത്രിസഭയിലൊക്കെ അദ്ദേഹം, നിങ്ങൾക്കറിയാം, പഴയ ആൾക്കാർക്കറിയാം, അംബാസഡറായിട്ടിരുന്നതാ. മൈസൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ച പ്രഗത്ഭന, വലിയ വിദ്യാനിപുണന്മാർ. ഇവിടെ അടുത്താണല്ലോ മങ്കമ്പിലെ ഹരിത വിപ്ലവത്തിന് നാന്ന് കുളിച്ച അടുത്ത കാലത്താണ് കടന്നുപോയത് MS സ്വാമിനാഥൻ. പ്രഗത്ഭൻ. പുളുങ്ങുന്നിലെ ഒരു പ്രഗത്ഭൻ ഉണ്ടായിരുന്നു, IC ചാക്കോ. അദ്ദേഹം 1800കളിൽ ലണ്ടനിൽ പോയി പഠിച്ച ആളാണ്. നമ്മളിപ്പോഴും ലണ്ടൻ കണ്ടിട്ടില്ല, പടത്തെ കാണുക. അദ്ദേഹം 800കളിൽ പോയി. അത്ര പ്രഗത്ഭന്മാർ കുട്ടനാട്ടിലുണ്ട്.
കത്തോലിക്ക സഭയുടെ പ്രധാനപ്പെട്ട ആളായിരുന്നല്ലോ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. അതുപോലെ ഇവിടെ അടുത്ത് കാളാശ്ശേരി പിതാവ്. അപ്പോൾ പ്രഗത്ഭരായ ധാരാളം ആൾക്കാർ. മുരിക്കുമൂട് കാവാലത്ത് മുരിക്കൻ, കായൽ രാജാവ്, അങ്ങനെ ഈ ദേശത്തും കുട്ടനാടിന്റെ എല്ലാ സ്ഥലങ്ങളിലും പ്രഗത്ഭന്മാർ ഒത്തിരിയുണ്ട്, വിദ്യാനിപുണന്മാര് ഇനിയുണ്ട് ധാരാളം. അതല്ലല്ലോ നമ്മുടെ വിഷയം, അതുകൊണ്ട് അധികം പറയാത്തത്. അപ്പൊ എനിക്ക് ആംഗലേയ ഭാഷ വലിയ വശമില്ലെന്ന് പറയാൻ ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഇവരൊക്കെ പ്രഗത്ഭന്മാര്. അപ്പോൾ ഗുഡ് ന്യൂസ് നല്ല വർത്തമാനം. ന്യൂസ് അതിന്റെ സ്പെല്ലിങ്, മോളെ ന്യൂസിന്റെ സ്പെല്ലിങ് പറഞ്ഞേ, പറയണം. നീ എത്രയില്ല പഠിക്കുന്നേ? 9-ലോ? ഉറക്കെ പറ. അത്രയും പറഞ്ഞാൽ മതി, ഇത്രയും സമയം എടുക്കണമായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ന്യൂസ് NEWS ന്യൂസ്. തെറ്റിയോ എനിക്ക്? ഇല്ല. തെറ്റിയോടാ? ഇല്ല. നിങ്ങൾ തെറ്റിക്കരുത് രണ്ടുപേരും കൂടെ. ന്യൂസ് NEWS ന്യൂസ്, ഗുഡ് ന്യൂസ്, സദ്വർത്തമാനം, അതാ സുവിശേഷം. ഇത് അറിയിക്കണം. ആരോ എവിടൊക്കെ? ഒന്ന് എന്നെ നോർത്തിൽ അറിയിക്കണം. നോർത്തിൽ ഗുജറാത്തിലുമൊക്കെ അറിയിക്കണം, ഡൽഹിയിലും അറിയിക്കണം, ആന്ധ്രയ്ക്കും പൊക്കമാണ് ഒക്കുന്നെങ്കിൽ. അറിയിക്കരുതെന്നാ ചിലർ പറയുന്നത്. ഇല്ല, അറിയിക്കണം. ഇഷ്ടമുണ്ടെ അംഗീകരിച്ചാൽ മതി. അറിയിക്കണം. ഡൽഹിയിലും പൊക്കോണം ഒക്കുന്നെങ്കിൽ. ഇവിടെ ചുമ്മാ കൈനേരി തന്നെ കിടന്ന് കറങ്ങാതെ. അപ്പോൾ വടക്ക് നോർത്തിലും അറിയിക്കാൻ പറ്റുന്നതാ ഈ സദ്വർത്തമാനം, സുവിശേഷം. ഈ ഈസ്റ്റ് അവിടെ അറിയിക്കാം, വെസ്റ്റിലും അറിയിക്കാം, സൗത്തിലും അറിയിക്കാം. അപ്പോൾ വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറുമെല്ലാം അറിയിക്കാൻ പറ്റിയ ഒന്നേ ഉള്ളൂ. അത് ഈ നല്ല വർത്തമാനം, ഗുഡ് ന്യൂസ്, സദ്വർത്തമാനം. ഏതാ? സുവിശേഷം. ആ സുവിശേഷം എന്തുവാന്നാ ഇവിടെ? എന്താണ് സുവിശേഷം? ഒന്നുകൂടെ വായിച്ചു. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ഞാൻ പറയുന്നത് വേദപുസ്തകത്തിൽ നിന്നാന്ന് അറിയണമല്ല, അതിനാ വായിപ്പിക്കുന്നത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അതാ സുവിശേഷം. പിന്നെ പെന്തിക്കോസുകാർ വന്നിട്ടുണ്ടെങ്കിൽ, വന്നതായിട്ടൊന്നും വലിയ അറിവ് തോന്നുന്നില്ല എനിക്ക് ഇരിപ്പ് കണ്ടിട്ട്. അപ്പം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ചാടാനും തുള്ളാനും ഒക്കത്തില്ല, മര്യാദയ്ക്ക് ഇരുന്നാൽ മതി. നമുക്കതിന് വേറൊരു ദിവസം ഹോളിലോട്ട് കൂടാം. ഇന്ന് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് ശാന്തമായിട്ട് നമുക്കങ്ങ് പിരിയാം. ദൈവത്തിന് മകന്ന് ഈ പറമ്പിൽ കിടന്ന് ചാടുവൊന്നും വേണ്ട. നമുക്ക് ഇവിടെ ഒരു മാന്യമായിട്ട് സഭാകളുണ്ടല്ലോ. എന്നതപ്പുറം കണ്ടവൊക്കെ ഉരുണ്ട് വീണെങ്കിൽ പിന്നെ അതൊക്കെ ബുദ്ധിമുട്ടാണ്. ശാന്തമായിട്ടിരുന്നാൽ മതി. യോഗം കഴിഞ്ഞ് പോകുമ്പോൾ പറയാം ഒരു ഉണർവില്ലായിരുന്നെന്ന്. ഇത് മതി. ഒരു കാര്യം എന്നെ കേൾക്കുന്നവരോട് പറയാം, ഈ സദ്വർത്തമാനം, ഈ സുവിശേഷം, അത് യേശു ക്രിസ്തുവാണ്. ദൈവത്തിന്റെ മഹത്വം. ഓടിച്ചോടിച്ച് ചില കാര്യങ്ങൾ നമുക്ക് 9 മണിക്കാണോ നിർത്തണ്ടേ? എപ്പോഴാ അരിപ്പാശ്രേ എന്ത് ചെയ്തോ? എവിടെ പോയി? 9-ന് നിർത്തണോ? 9:15 അതോ 8:45? 9:15. ഇപ്പൊ എന്തുവാ ഈ സമയം? 8:30. ആട്ടെ, നോക്കട്ടെ. ഈ ഇരിപ്പാറിനെ 9-ന് മുന്നേ നിർത്തും. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം യേശു ക്രിസ്തു. അപ്പൊ എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തുവാണ് സുവിശേഷം. ഇനി 2 എന്തോ പറഞ്ഞേ? വാച്ചില്ല, അതാ ഞാൻ. അതൊന്നും കാണാനും എടുക്കാനൊന്നും വയ്യെന്ന് അവൻ തന്നെ കാണുന്നത് ബുദ്ധിമുട്ടിയ. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? ആ സുവിശേഷം യേശു ക്രിസ്തു. അതാ ഇന്ന് രാത്രി ഇവിടെ പറയുന്നത്. ഇനി എന്തിനായി സുവിശേഷം? എന്തിനാ? 2-ാമത്തെ പ്രധാന പോയിന്റ്, എന്തിനായി സുവിശേഷം? സുവിശേഷം എന്തിനാന്ന് ചോദിച്ചാൽ, തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-12 വായിച്ച്. എന്തിനായി സുവിശേഷം? ആൾക്കാർക്ക് മനസ്സിലാകണമല്ലോ സുവിശേഷം എന്തിനാന്ന്. വായിച്ചേ, തീത്തോസ് 2-ന്റെ 11-12 വായിച്ചേ.
സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം മതി ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു. രണ്ട്, എന്തിനായി സുവിശേഷം? അല്ല, തീത്തോസിന്റെ ലേഖനം 2:11-12 വായിക്കുക. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. ആ ഉദയം യേശു ക്രിസ്തുവിന്റെ തിരുജനനമാണ്. അപ്പോൾ സുവിശേഷം എന്തിനാന്ന് ചോദിച്ചാൽ സകല മനുഷ്യർക്കും രക്ഷയ്ക്കാണ് സുവിശേഷം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരോട് ഒരു ഉപദേശി എന്ന നിലയിൽ പറയട്ടെ, മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിൽ അവതരിച്ച വ്യക്തിയാണ് യേശു ക്രിസ്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറയനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക. മന്നനെ ഇകത്തിലുണ്ടോ പറക. പരിശുദ്ധ പരന്താൻ പല്ലവ പരന്താൻ പരിശുദ്ധ പരന്താൻ മകത്വ പരന്താൻ മന്നമേ മകത്വ പരന്താൻ. ശ്രദ്ധിക്കുക, എന്തിനായി സുവിശേഷം? സകല മനുഷ്യവർഗവും രക്ഷപ്പെടാൻ വേണ്ടി. രക്ഷയ്ക്കായിട്ട് ഒരേ ഒരു മാർഗം, രക്ഷിതാവ് ഒരേ ഒരുവൻ, രക്ഷകനായിട്ട് ഒരേ ഒരു വ്യക്തി, നസറയനാകുന്ന യേശു ക്രിസ്തു. അവിടെ വായിച്ചു കേട്ട വാക്യം എന്താ? സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. മനുഷ്യന്റെ രക്ഷയ്ക്ക് എന്തെല്ലാം കാര്യങ്ങളാ കാട്ടിക്കൂട്ടുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട, 5 പൈസ കൊടുക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അപ്പോൾ എന്തിനാണ് ഈ സുവിശേഷം? അത് സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ഇനി ആരാണ് ഈ സുവിശേഷം കേൾക്കേണ്ടത്? ആരാ? കുറെ പേര് കേട്ടാ മതിയോ? അവരെ ചെന്ന് കേൾപ്പിക്കുക. നമ്മൾ അങ്ങോട്ട് ചെന്നും പറഞ്ഞു ഞങ്ങൾ കേട്ടത് അവരെ കേൾപ്പിക്കും. നമ്മളവിടെ ചെന്നപ്പം ഞങ്ങളെ കേൾപ്പിക്കുമെന്നും വേണ്ടാണ്ട് അവരെ കേൾപ്പിക്കും. അപ്പൊ ഇതാരാ കേൾക്കേണ്ടത്? ഒരു വാക്യം വായിച്ചു, 49 സങ്കീർത്തനം 1 വാക്യം. അറിവുള്ള വാക്യമായെങ്കിലും ഒന്ന് വായിച്ചു. 49:1. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. അപ്പോൾ ഇത് ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും കേൾക്കണം. എനിക്ക് ജാതി പറയുന്നത് ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. എന്നോട് ചോദിക്കുകയും ചെയ്യരുത്. ചോദിച്ചാൽ നീ വിവരം അറിയും. നിന്റെ പമ്മിയുള്ള വരവ് കാണുമ്പോൾ എനിക്കറിയാം. അല്ല, ശ്രീനാരായണ ഗുരു അവർ പറഞ്ഞത് ജാതി ചോദിക്കരുതെന്ന്. ആ നല്ല മനുഷ്യൻ
അതിനങ്ങനെ അയ്യോ ഇവിടെ ജാതി സ്പർദ്ധയല്ലേ ഇപ്പോഴും ഉണ്ട്. ഒരു തള്ള ഈയിടെ ഏതാണ്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ തള്ളേനെ എല്ലാവരും ഇവിടെ തലക്കി. അവര് ഒരു കണക്കിന് പറഞ്ഞ അവര് സത്യമാണ് പറഞ്ഞത്. തള്ള അങ്ങ് പച്ചയ്ക്ക് പറഞ്ഞു, പിന്നെ പറഞ്ഞ വിധം തെറ്റിപ്പോയെന്നേ ഉള്ളൂ. ഇവിടെ അങ്ങ് പ്രാണിയും ബിന്ദുവൊക്കെ. മോനെ എന്ത് ചെയ്യാ മൈക്ക് സെറ്റ് ചെയ്യാൻ? അത് പോയോ? പെട്രോൾ മേടിച്ചില്ലായിരുന്നു. ഇത് ഇച്ചിരി അങ്ങോട്ട് നീക്കി വെച്ചേ. എൻ്റെ ചെവിയിലും സുഷിരമുള്ള ഇവിടെ എല്ലാം അങ്ങ് കയറി. അപ്പൊ ശ്രദ്ധിക്കുക, ജാതി ചോദിക്കരുത്. ഞാൻ വിശുദ്ധ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഒരു കാര്യം പറയാം. വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഒരു വ്യക്തിയിൽ നിന്നാണ് സകല മനുഷ്യവർഗവും ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഒരാളിൽ നിന്നാണ്. അംഗീകരിക്കുകയല്ല, എനിക്കറിയാം. നോട്ട് കാണുമ്പോൾ ഞങ്ങൾ ഇച്ചിരി കൂടുതലാ, ഞങ്ങൾ കൂടിയവരാ, ഞങ്ങൾ ഇച്ചിരി വേറെയാ. ഒരു വ്യക്തിയിൽ നിന്നാണ് സകല മനുഷ്യരും ഈ ഭൂമിയിൽ പിറന്നിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഇങ്ങനെ: ഭൂതലത്തിൽ നിന്നും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. പിന്നെ മനുഷ്യരാ ഈ തണ്ടി തിരിച്ചും തരം തിരിച്ചും ജാതി തിരിച്ചും വർഗം തിരിച്ചും വർണ്ണം തിരിച്ചും ഒക്കെ മനുഷ്യനൊപ്പിച്ച വിനകൃതികളാണ്. അധ്യാത്മരാമായണത്തിലെ എഴുത്തച്ഛനെ ഒരു വരി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഭാഗം മിക്കപ്പോഴും പറയാനുള്ളതാ. ബ്രാഹ്മണോകം നരേന്ദ്രോഗമാഡ്യോഗമെന്നിങ്ങനങ്ങ് ആമ്രേടിതം കലർന്നിടും ദശാന്തരേ, ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലും വെന്തുവെണ്ണീറായി ചമഞ്ഞു പോയിടിലും മണ്ണിന് കീടായി കൃമികളായി പോകിലും നല്ല ദേഹം. അപ്പോൾ ബ്രാഹ്മണോകം നരേന്ദ്രോഗമാഡ്യോഗമെന്നിങ്ങനെ ആമ്രേടിതം കലർന്നിടും ദശാന്തരേ. അപ്പോൾ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര സംസ്കാരമെന്ന് ഞാൻ പറയത്തില്ല. അത് സംസ്കാരമൊന്നുമല്ല. പിന്നെ സംസ്കാരത്തിന് അന്നേരം എന്നാ പറയണം? പണ്ട് ഞങ്ങളുടെ ഒരാള് നടന്നു ചെന്നപ്പം ഒരാള് പേര് വിളിച്ചു, തോമസ് ഊട്ടിയെ. ഉടനെ പുള്ളി പറഞ്ഞു, ഞാൻ തോമസ് ഊട്ടി അല്ല, പാസ്റ്ററാണ്. അപ്പൊ പറഞ്ഞ പുള്ളി അതിലും എടുക്കാം. പുള്ളി പറഞ്ഞു, നിന്നെ ഞാൻ പാസ്റ്റർ എന്ന് വിളിച്ചാൽ ഞാൻ പിന്നെ പാസ്റ്ററെ എന്നെ വിളിക്കണം. എന്ന് പറഞ്ഞ പോലെ ഇത് സംസ്കാരമാണെന്ന് പറഞ്ഞാൽ സംസ്കാരത്തിന് പിന്നെ എന്നാ പറയണം? ഇത് മനുഷ്യനെ ഒപ്പിച്ച് വെച്ച വിനയാ. ഈ ജാതിയും മതവും കുലവും മഹിമയൊക്കെ മനുഷ്യൻ ഒപ്പിച്ചു വച്ചിരിക്കുന്നതാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. ഈ ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യനെല്ലാം ഒരുവന്റെ സന്തതികളാണ്. പിന്നെ കളറ്, നിലവാരം, കുടുംബ മഹിമ, ശ്രേഷ്ഠത അതൊക്കെ വർഷങ്ങൾ കൊണ്ട് സംഭവിച്ചതാ. എല്ലാം ഒരാടതാ. അതിൽ ഇപ്പോഴും ഒരു മൂക്കല്ലേ, 2 ചെവി 4 ചെവിയുള്ള ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് കൈ പൊക്കണം. അങ്ങനെയാണെ പറയാം നീ വേറെയാന്ന്. 3 കാലുള്ളവര് ഒരു കാലങ്ങ് പൊക്കിക്കോ, 2 കുത്തി നിൽക്കുക, ഒന്ന് കണ്ടേച്ച് പോകാനാ. അപ്പം പറയാം വേറെ ആളിനെയാന്ന്, നമ്മൾ ഇതല്ലെന്ന്. എല്ലാം ഒരുത്തനിൽ നിന്ന് ഉളവായവരാ. എന്നാൽ മനുഷ്യനായി ഇതെല്ലാം ഇങ്ങനെ തരംതിരിച്ചു വച്ചിരിക്കുന്നത്. പണ്ട് കാലത്ത് അയിത്തമുള്ള കാലമുണ്ട്. റോഡിൽ കൂടെ മനുഷ്യന് നടക്കാൻ മേല. എന്തിനാ ദൂരോട്ട് വന്ന കുട്ടനാട്ടിൽ തന്നെ അയ്യോ എന്ത് ബുദ്ധിമുട്ടായിരുന്നു. പഴയ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങൾ എന്നേക്ക് അത്രയും പ്രായമില്ല, പഴയ ആൾക്കാർ വിടിരിപ്പുണ്ട്. പാടത്ത് പണിയെടുത്താൽ ചിലര് കൂലി പോലും കൊടുക്കുകയല്ല. കൂലി ചോദിച്ചങ്ങോട്ട് ചെല്ലാനൊക്കത്തില്ല. തമ്പുരാക്കന്മാരുടെ വീടുകളിലൊന്നും കയറ്റുകയല്ല. എല്ലാവരെയും മുറ്റത്ത് പോലും കയറാനൊക്കത്തില്ല. ഭക്ഷണമൊക്കെ കൊടുത്താൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മുറ്റത്ത് കുഴിയെടുത്ത ഇലയെല്ലാം കൂട്ടി വെക്കും. അതിനകത്ത് എൻ്റെ വല്യമ്മ ചീപ്പോഴും കൊണ്ട് ഒത്തിരി കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. 106 വയസ്സുണ്ട്.
നിങ്ങൾ ഓർക്കുന്ന തള്ളയങ്ങാണ്ട് തളർന്ന് കിടക്കുകയാണ്, നല്ല ഏലായി. ഈയിടെയും വണ്ടിയെ കയറി തിരുവല്ലായി വന്ന് വീണ്ടും തിരിച്ചു കൊണ്ടുപോയി ഇനിയും വരാനിരിക്കുക. നിങ്ങളുടെ ഇരിപ്പ് കണ്ട മിക്കവാറും നല്ല ആരോഗ്യമുണ്ട്, ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയാ. അപ്പോ അമ്മച്ചി ഒത്തിരി കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. പാടത്ത് പണിയെടുത്താൽ ചിലപ്പോൾ കൂലി ചോദിക്കാനൊക്കത്തില്ല, തരും, ചോദിക്കാനൊക്കത്തില്ല. ഓരോ ജാതിക്ക് ഇത്ര അടി ദൂരം അടി വെച്ചിരിക്കുക, ഇത്ര അടി, 60 അടി, 40 അടി, 30 അടി. അടുത്ത് ചെന്നാൽ വേറെ അടിയാ. അങ്ങനെയുള്ള കാലം ഉണ്ടായിരുന്നു. ഒരു പഴയ പാട്ടുണ്ട്, വരി ഇങ്ങനെ, തെറ്റിയെങ്കിൽ അങ്ങ് ക്ഷമിക്കണം. ജോലി ചെയ്തു വിയർപ്പൊഴുകി കൂലി ചോദിച്ചാലുടനെ പോകണമെന്നോതുമതും ശരിയോ തെറ്റോ. ജോലി ചെയ്തു വിയർപ്പൊഴുകി കൂലി ചോദിച്ചാലുടനെ പോകണമെന്നോതുമതും ശരിയോ തെറ്റോ. ഇത് ശരിയോ തെറ്റോ. വിഷം നിറഞ്ഞ് പഞ്ചസാരമാ കുറച്ച്, ഉള്ളിൽ വിഷം നിറഞ്ഞ് പഞ്ചസാരമാ കുറച്ച്, വഞ്ചനക ചെയ്യുവതും ശരിയോ തെറ്റോ. ജോലി ചെയ്ത് വിയർപ്പൊഴുകി കൂലി ചോദിച്ചാൽ ഉടനെ പോകണമെന്നോതുവതും ശരിയോ തെറ്റോ. ഇത് ശരിയോ തെറ്റോ, അത് ശരിയോ തെറ്റോ. അപ്പൊ ജോലി ചെയ്ത് വിയർപ്പൊഴുകി കൂലി ചോദിച്ചാൽ കൂലി കൊടുക്കുകയല്ല. അങ്ങനെയുള്ള കാലം ഉണ്ടായിരുന്നു. തന്നെയല്ല, അമ്മച്ചി പറഞ്ഞു കേട്ടോണ്ട് അതിരാവിലെ പാടത്തിറങ്ങണം പണിക്ക്. സന്ധ്യയായാലും ചിലപ്പോൾ കയറി പോരാൻ ഒക്കുകയില്ല. അന്നൊക്കെ അടിയാരും തമ്പുരാക്കന്മാരും ഉള്ള കാലമാണ്. സന്ധ്യയായാലും കയറ്റി വിടുകയില്ല, കയറുകയില്ല, കയറ്റി വിടുകയില്ല. സമരമൊക്കെ ചെയ്തത് പഴയ ആൾക്കാർക്ക് അറിയാമല്ലോ. താപ്പ് പിന്നെ 7-1, 5-1 ഒക്കെ ഞാൻ വിവരിക്കേണ്ട, നിങ്ങൾക്കറിയാം. സമരം ചെയ്തവരൊക്കെ അവരുടെ പിൻതലമുറകൾ ഇവിടെ എന്നെ കേൾക്കുന്നുണ്ട്. ഞങ്ങളുടെ അവിടെ ഒരു പ്രഗത്ഭനായ ആളുണ്ടായിരുന്നു, പഴയക്ക് ദിവാകരൻ എന്ന് പറയും. നിങ്ങൾ വല്ലവരും അറിയാവോന്ന് അറിയത്തില്ല. അറിയാവുന്നവരുണ്ട് എന്ന് കൈ പൊക്കിക്കും. പുള്ളി സമരം ചെയ്ത് അവിടെ ഒരു പൊക്കി. പഴയക്ക് ദിവാകരൻ സമരം ചെയ്ത ആളാ. തല്ലി മേടിച്ച അച്ഛൻ തല കുലുക്കി. അറിയത്തില്ലേ അച്ഛാ? അറിയാം. അപ്പൊ അങ്ങനെ സമരം ചെയ്തതാരാ. അപ്പൊ രാവിലെ പാടത്തിറങ്ങിയാൽ കയറ്റി വിടുകയില്ല. എൻ്റെ വല്യമ്മച്ചിയൊക്കെ പാട്ട് പാടുമായിരുന്നു, കണ്ടതില്ലേ? നാടൻ പാട്ട്, പുരാണ കഥകളൊക്കെ പാടും. അപ്പം തലപ്പാട്ടുകാർക്ക് 2 കൂലിയാ, പുറകെ പാടുന്നവരുമുണ്ട്. ഞാൻ ആ ഭാഗമെല്ലാം ഒന്നും വിവരിക്കുന്നില്ല അധികം. അപ്പോൾ അങ്ങനെ വളരെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള സമയമാണ്. അപ്പൊ രാവിലെ മുതൽ പാടത്ത് പണിയെടുത്താൽ പിന്നെ വൈകിട്ടാ കയറ്റി വിടുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെയാ കർഷക തൊഴിലാളി പ്രസ്ഥാനമൊക്കെ വന്നു. അതിൻ്റെ ചുമതലപ്പെട്ടവരൊക്കെ വന്ന് പറഞ്ഞു, രാവിലെ മുതൽ അങ്ങനെ പണിയണ്ട, വൈകുന്നേരം വരെ പണിയണ്ട, ഞങ്ങളെ കൊടി പൊക്കി കാണിക്കും, അന്നേരം കണ്ടത്തിലിറങ്ങണം, കൊടി കാണിക്കുമ്പോൾ കയറണം, കൊടി കാണിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു കൂലി. ആ കൂലി ഞങ്ങൾ മേടിച്ചു തന്നോളാം, നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ മേടിച്ചു കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ കാര്യം വന്ന് ഇപ്പം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ഇങ്ങനെയുള്ള കാലങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. അയിത്തം, തൊട്ടുകൂടായ്മ, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കത്തില്ല. അതുകൊണ്ടാണല്ലോ പിന്നീട് മിശ്രഭോജനമൊക്കെ നടത്തിയത്. അമ്മമാർക്ക് മാറുമറയ്ക്കാനൊക്കത്തില്ല, വഴിയിൽ കൂടെ മാന്യമായിട്ട് സഞ്ചരിക്കാനൊക്കത്തില്ല. ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ അവിടെ ഒരു കൊച്ചമ്മയായിട്ട് ഞാൻ വർത്തമാനം പറഞ്ഞ്, അടുത്ത കാലത്താണ് മരിച്ച ലീലാ കൊച്ചമ്മ. അപ്പം വർഷങ്ങൾക്ക് മുമ്പ് 10-28-30 വർഷം മുമ്പ് ഞങ്ങൾ തിണ്ണയിലിരുന്ന് വർത്തമാനം പറഞ്ഞപ്പം ഒരു പ്രായമുള്ള അപ്പച്ചൻ വടിയും കുത്തി ഇങ്ങനെ പോവുക, നടക്കാൻ വയ്യ, ഇങ്ങനെ പോവുക. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ വയ്യാലോ അദ്ദേഹം. അന്നേ പുള്ളിക്കാരി പറഞ്ഞു നടക്കട്ടെ. അപ്പം ഞാൻ ചോദിച്ചു, അതിനെ അങ്ങനെ പറഞ്ഞേ, ആരാന്നറിയാമോ? ഞാൻ പറഞ്ഞു ഇല്ല. അപ്പം പറഞ്ഞ് ഇന്ന വീട്ടിലെയാണ്, വീട്ടുപേരൊന്നും ഞാൻ പറയുന്നില്ല, വലിയ പ്രമാണിമാരാ. അവസാനം എല്ലാം തറവാടെല്ലാം നശിച്ച് കുളം തോണ്ടി. ഞാൻ ചോദിച്ചു എന്നാ? കൊച്ചമ്മ പറഞ്ഞു, അയ്യോ എൻ്റെ കുഞ്ഞുനാളിൽ, അന്ന് പുള്ളിക്കാരി പറയുമ്പോൾ നല്ല പ്രായമുണ്ട്, അവരുടെ കുഞ്ഞുനാളിൽ ഞാൻ വഴി കൂടെ പോയപ്പോൾ അയാൾ പോയ വഴി കൂടെ പോയെന്ന് പറഞ്ഞാൽ അയാളെന്നെ വടിക്ക് അടിച്ചു, ഞാൻ തോട്ടിച്ചാടിയെന്ന്. അതാ ഇപ്പം പമ്മി മനസ്സിലായി കാണും.
അപ്പൊ ഇങ്ങനെയുള്ള കാലങ്ങൾ ഉണ്ടായിരുന്നെന്ന്. വഴി നടക്കാനൊക്കത്തില്ല. പട്ടിക്കും പന്നിക്കും പൂച്ചയ്ക്കും കോഴിക്കും താറാവിനും എല്ലാം വഴിയിൽ കൂടെ നടക്കാം, മനുഷ്യന് നടക്കാനൊക്കത്തില്ല എല്ലാ വഴിയിൽ കൂടി. പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ല, സ്കൂളിൽ കയറ്റുകയല്ല, പഠിക്കാനൊക്കത്തില്ല, വിദ്യ അഭ്യസിക്കരുതെന്ന. സംസ്കൃതം അത് ദേവഭാഷ, അത് അവർ മാത്രം ചൊല്ലും, വേറെ ആരും ചൊല്ലരുത്. ചൊല്ലിയാൽ നാവ് പിഴുതെടുക്കും, കേട്ടാൽ ചെവിക്കകത്ത് ഈയം ഉരുക്കി ഒടിക്കും. ഇങ്ങനെയുള്ള കാലം ഉണ്ടായിരുന്നു. അവയവങ്ങൾക്ക് കരം കൊടുക്കണം. ഒരമ്മയ്ക്ക് കരം കൊടുക്കാൻ നിർവാഹമില്ലാഞ്ഞിട്ട് അവയവം ചെത്തി താഴെ കിട്ടും. ആ സ്ഥലത്തിന് ഇപ്പോഴും അവയവത്തിന്റെ പേരിലാ സ്ഥലം അറിയപ്പെടുന്നത്. ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാം. പള്ളിക്കൂടത്തിൽ പഠിച്ചെന്നും പറഞ്ഞ് ആ പള്ളിക്കൂടത്തിന് തീ വെച്ചു. അങ്ങ് വെങ്ങാനൂര് പുല്ലാട്ടും തീ വെച്ചു. അങ്ങനെ പലയിടത്തും. സ്കൂളിൽ കയറ്റുകയല്ല. ഞങ്ങളുടെ ഒരു തള്ളയുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പം 100 വയസ്സാകുന്നു. ഞാൻ ചോദിച്ചു, അമ്മച്ചി പഠിക്കുന്ന സമയം അയ്യോ പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ലായിരുന്നെന്ന്. ഇപ്പോഴും ഉണ്ട്. ഇപ്പം 103 വയസ്സ്. ഞാൻ ചോദിച്ചു, അമ്മച്ചി പഠിച്ചു? ആ ഞാൻ പഠിച്ചു. ഞാൻ ബെഞ്ചിൽ നിന്നും പറഞ്ഞ് അന്ന് ഉണ്ടായിരുന്ന 1-2 പേര് എന്നെ തല്ലി. ഞാൻ ഒറ്റ ഇടിക്ക് അവനെ താഴെ ഇട്ടെന്നു. ഞാൻ ചോദിച്ചു, എന്നിട്ടോ? ആ ഇടിച്ചിങ്ങോട്ട് ഇറങ്ങി. ആ നേരെ നിന്നവനെ എല്ലാം ഇടിച്ചിങ്ങിറങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചു, അന്നേരം പിന്നെ പഠിച്ചോ? പഠിക്കുന്നില്ലെന്നും പറഞ്ഞാൽ ഇടിച്ചിറങ്ങിയത്. 2 സൈഡ് ഇടിച്ചിങ്ങിറങ്ങി. സാറിനിട്ട് വന്ന് കൊടുത്തെന്ന്. കാരണം സാറ് കാരണം പറഞ്ഞു, അവിടെ നിന്നൊരു പൂ പറിച്ചു. കുഞ്ഞുങ്ങളല്ലേ, പൂ പറിക്കരുത്, സ്കൂളിൻ്റെയാ. പക്ഷെ ഇത് പറിച്ചപ്പോൾ ആഢ്യത്വം ഉണ്ടെന്ന് അഭിമാനിക്കുന്ന ഒരു പയ്യനെ കൊണ്ട് ഈ അമ്മയെ തല്ലിച്ചു. അമ്മ അത്ര ആഢ്യത്വമുള്ള. അപ്പോൾ ഒരടി അടിച്ചാൽ ഓക്കെ, സാറ് പറഞ്ഞിട്ട് അവൻ അടിക്കുന്നത്. ബെഞ്ചെ കയറ്റി നിർത്തി പുള്ളിക്കാരിയെ. മറ്റവനെ കൊണ്ട് അടിപ്പിക്കുക. അടിച്ചു. അപ്പൊ ഒരടി അടിച്ചു, തെറ്റിനൊന്ന് കൊടുത്തു, ഓക്കെ. അല്ല, 16 അടി അടിച്ചെന്ന്. ആര് ചോദിക്കാനാ? 16 അടി അടിച്ച്. അപ്പൊ അടിക്കുമ്പോ ഈ സാറ് ആയം കൂട്ടാൻ 17ാമത്തെ അടി വന്നപ്പോൾ വടി പിടിച്ച് ആദ്യം അവനിട്ട് ഇടിച്ച് സാറിനിട്ട് ഒരു തൊഴിച്ച് ഒരു നേരെ ഇടിച്ചിങ്ങി ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞു. ഇപ്പോഴും ആ തള്ള ചാത്തങ്കേരി ഇരിപ്പുണ്ട്. വരികാരനെ ഞാൻ കാണിക്കാം. തള്ളയെടുക്ക ചെന്ന 100 കരുതുകയല്ല. അല്ല, അങ്ങനെയുള്ള കാലം ഉണ്ടായിരുന്നെന്ന് തെളിയിക്കാൻ ഞാനങ്ങ് പറഞ്ഞതാ. ഇങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങള്. മാറുമറയ്ക്കാനൊക്കത്തില്ല, ആഭരണം ധരിക്കാനൊക്കത്തില്ല, കല്ലുമാല, വഴി നടക്കാനൊക്കത്തില്ല, കരം കൊടുക്കണം, സ്കൂളിൽ കയറാനൊക്കത്തില്ല. മാത്രമാണോ തമ്പുരാക്കന്മാരുടെ വീട്ടിൽ കയറാനൊക്കത്തില്ല, മിണ്ടാനൊക്കത്തില്ല. എന്നാൽ അന്നും നല്ല ആൾക്കാർ ചിലയിടത്തൊക്കെ ഉണ്ട്. കരുണയുള്ളവരും ദയുള്ളവരും മനസ്സൊലിയുള്ളവരും അന്നും ഉണ്ട്. ഇവരെ ചുമ്മിക്കൊണ്ട് നടക്കണം. പണ്ടൊരു സംഭവം കേട്ടിട്ടുണ്ട്. അടിയാനെ തമ്പുരാനുമായിട്ട് വള്ളത്തെ കൊണ്ടുപോയി അങ്ങ് കിഴക്കോട്ടാ പോയത്. അവിടെ ചെന്ന് അവനോട് പറഞ്ഞു, വള്ളം അവിടെ ചേർത്ത് കെട്ടി വെച്ച് അവിടെ നിൽക്കാൻ പറഞ്ഞു. മുതലാളി അങ്ങ് തറവാട്ടിലോട്ട് കയറി. പുള്ളിയുടെ അളിയൻ്റെ ഭാര്യ വീട്ടിലോട്ട് പോയതാ. ഉച്ച സമയമായി. അളിയൻ്റെ വീട്ടിൽ ഭക്ഷണം എടുത്ത് വെച്ചു. ചെന്ന അളിയനും വന്ന് അവിടുത്തെ അളിയനും കൂടെ ഭക്ഷണം കഴിക്കുക. വലിയ തിണ്ണയാ. അപ്പം ചെന്ന പുള്ളി ചോദിച്ചു, ഊന്നക്കാരൻ വന്ന് അവന് ചോറ് കൊടുത്തോന്ന് ചോദിച്ചു. അപ്പം ആ വീട്ടിലെ അമ്മ പറഞ്ഞു, കൊടുത്തു. ആ കൊടുത്തല്ലോ. അവനങ്ങ് ദൂരെയാ കൊടുത്തേക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ അവിടെ ഒന്ന് വിളിച്ചു. അച്ചോ അച്ചോ എന്ന് വിളിച്ചു. ബഹുമാന സൂചകമാ, അച്ചോ അച്ചോ. അപ്പം പുള്ളി തിണ്ണയായിരുന്നു. ചോദിച്ചു, കഞ്ഞി തന്നില്ലയോടാന്ന് ചോദിച്ചു. തന്നേ, ഇങ്ങോട്ടൊന്ന് ഓടി വരാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി ഓടത്തിന് എന്തെങ്കിലും അത്യാവശ്യമാണെന്ന് പുള്ളി ഓടി അങ്ങോട്ട് ചെന്നു. എന്നാടാ കഞ്ഞി തന്നില്ലേ? അപ്പം അവന് തോളെ കിടന്ന കുറിയോണ്ടെടുത്ത് ആരെയും ചുറ്റി വെച്ച് പറഞ്ഞു, കമലാക്ഷിയും പിള്ളാരെയും സൂക്ഷിച്ചോണം, ഞാൻ ഇതിനകത്തോട്ടൊന്ന് ഇറങ്ങാൻ പോവാന്ന്. കാരണം കഞ്ഞിവെള്ളമേ ഉള്ളൂ, പറ്റ് ഇല്ല. അവൻ തപ്പിയിട്ടൊന്നും പറ്റ് കാണുന്നില്ല. അപ്പൊ അവന് മനസ്സിലായി, ഇങ്ങനെ നിന്ന് തപ്പിയാ കിട്ടുകയല്ല, മിക്കാറും ഇതിനകത്ത് ഇറങ്ങിയെങ്കിലേ കിട്ടുകയുള്ളൂ. രസകരമായി തോന്നെങ്കിലും അനുഭവത്തിൽ നിന്നാ. അതാ തോർത്തെടുത്ത് ചുറ്റി വെച്ച് പറഞ്ഞു, കമലാക്ഷിയും പിള്ളേരെ ശ്രദ്ധിച്ചോണം, ഞാൻ ഇതിനകത്തോട്ടൊന്ന് ഇറങ്ങുക. കാരണം കുടിച്ച് യാകുക എന്നെങ്കിൽ അവരുടെ കാര്യം. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവരെ ചുമ്മിക്കൊണ്ട് പോകണം. ഒരു പഴയ പാട്ടുണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു പാർട്ടിക്കാർ പാടുകയാണെന്നോ എന്തോ കേട്ട എല്ലാം കേൾക്കുകയാണല്ലോ.
പണ്ട് പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ച് മണി മഞ്ച ചുമന്നേ. പണ്ട് പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ച് മണി മഞ്ച ചുമന്നേ. മണ്ണിൽ പണി കെടുത്തു ചത്തോട്ടും നികതല മുറന്നൻ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലോ. പെറ്റ മണ്ണിൽ പണി കെടുത്തു ചത്തോട്ടും നികതല മുറന്നൻ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലോ. പണ്ടു പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നാം തണ്ടുവലിച്ച് മണി മഞ്ച ചുമന്നേ. അതേ സമയം ഭയപ്പെടുന്നു, അതുകൊണ്ട് അധികം വിവരിക്കുന്നില്ല. ഇങ്ങനെയുള്ള വല്ലാത്തൊരു കാലയളവ്, അയിത്തമുള്ള കാലം. അറിയാമല്ലോ പ്രതിഷ്ഠ നടത്തിയ കാര്യം ഗുരുദേവന്. അയിത്തമുള്ള കാലമാ. ആ ഭാഗമൊന്നും ഞാൻ വിസ്തരിക്കേണ്ട, നിങ്ങൾക്കറിയാം. ആശാൻ ഈ സമയത്ത് ആശയ കൊണ്ട് അമ്മാനമാടിയ ആളാ എൻ കുമാരൻ ആശാൻ തോന്നയ്ക്കല്. അദ്ദേഹം ദുരവസ്ഥയ്ക്കകത്ത് ചില വരികൾ എഴുതി. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ, തമ്മിൽ ഉണ്ണാത്തവർ, ഇങ്ങനെ ഒട്ടല്ലകോ ജാതി കോമരങ്ങൾ. അക്ഷരം എന്നത് അറിവിയില്ല ചാത്തന്, യക്ഷിയും പേയും ഇവർക്ക് ദൈവം. അപ്പൊ അജ്ഞത, അറിവില്ലായ്മ, അയിത്തം, അരാജകത്വം, ഇതെല്ലാം കൊടികുത്തി വാണ ഒരു കാലമുണ്ടായിരുന്നു. നവോത്ഥാന നായകന്മാർ പലരും എഴുന്നേറ്റു. എന്റെ ഭാഷ പറഞ്ഞ അവരെയൊക്കെ ദൈവം എഴുന്നേൽപ്പിച്ചതാ. എന്നാൽ ഇതിനെല്ലാം മൂല കാരണം ഈ സുവിശേഷമാണ്. പള്ളിക്കൂടത്തിൽ പോകാനും, രണ്ടക്ഷരം കൂട്ടി വായിക്കാനും, നേരും ചൊവ്വനും വസ്ത്രം ധരിക്കാനും, വഴിയിൽ കൂടെ നടക്കുവാനും, മാന്യമായി ഇടപെടുവാനും, സംസാരിക്കാനും, സഹകരിക്കാനും എല്ലാം ഇടവരുത്തിയതിന്റെ മൂല കാരണം സുവിശേഷം വന്നത് കൊണ്ടാണ്. എന്തിന് ദൂരോട്ട് പോകുന്ന കാവാലത്ത് അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ അസ്വസ്ഥതകള്. ആ മിഷണറിമാര് വന്ന് കാവാലത്തൊരു പള്ളി പണിതു. കാവാലം CSI പള്ളി, ഇപ്പൊ CMS ആണ്. ഇപ്പോഴും CMS എട്ടിയുന്ന അതിന്റെ മിഷൻ പള്ളിയാ വേണാട്ടുകാട്ടില്. പിന്നെ അവിടെ മങ്കമ്പിലെ കോയിക്കലരി. അപ്പോൾ അന്നത്തെ കാലത്ത് അവര് വന്ന് താഴേക്കിടയിലുള്ള ആൾക്കാരെ ചേർത്തിരുത്തി അക്ഷരം പഠിപ്പിച്ചു. അതുകൊണ്ട് കാവാലത്തുള്ള പള്ളിയിലുള്ളവർക്കെല്ലാം എഴുതാനും വായിക്കാനും ഇപ്പോഴല്ല 100 കൊല്ലം മുമ്പ് അറിയായിരുന്നു. എന്നാലും ഒരു തള്ള പറഞ്ഞ വെള്ളക്കുഴിയാണ്. ഇതിനെയൊക്കെ എന്നാ ചെയ്യാനാ? സ്കൂൾ തുടങ്ങിയിട്ട് ഇപ്പം 160 വർഷമായി കാവാലത്ത്. മനസ്സിലാകാഴിയാന്നോ അതോ സ്തംഭിച്ചിരിക്കുകയാണോ? അപ്പൊ ഇത് സുവിശേഷം വന്നതുകൊണ്ടാണ്. സുവിശേഷം എവിടെ വന്നിട്ടുണ്ടോ അവിടെ എല്ലാം മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ ദീർഘമാക്കുന്നില്ല, സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട്. എന്താണ് സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. ഈ സുവിശേഷം ആർക്കാ? സകല മനുഷ്യരുടെയും രക്ഷയ്ക്കാ. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക്. ആരൊക്കെ ആ സുവിശേഷം കേൾക്കേണ്ടത്? അല്ല 49 വായിച്ചോ ഒന്നുകൂടെ സങ്കീർത്തനം. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. സകല അപ്പോൾ സകല ജാതികളും ഈ സുവിശേഷം കേൾക്കണം. ഒരു വിഭാഗക്കാരോ ഒരു സംഘടനക്കാരോ ഒരു ഏരിയയിലുള്ളവർ മാത്രമല്ല, സകല ജാതികളും ഈ സുവിശേഷം കേട്ടിരിക്കണം. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം എല്ലാവരും കേട്ടിരിക്കണം. ഇനി ഓടിച്ചു പറയാം, ഈ സുവിശേഷം കേട്ടാൽ ഉള്ള ഗുണമെന്താ? ഒരു വാക്യം വായിച്ചോ ലൂക്കോസിന്റെ സുവിശേഷം, അതിന്റെ ഒരു 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ചോ. ലൂക്കോസ് 2:10. ദൂതൻ അവരോട് മൈക്ക് കൂടെ ദൂതൻ അവരോട് ഭയപ്പെടേണ്ട. സർവ്വജനത്തിനും നിങ്ങളോട് 2 പേരോടും ദൂതൻ പറയുന്നത് പോലെ എനിക്ക് അങ്ങ് തോന്നുക.
വായിച്ചു ഒന്നുകൂടെ വായിച്ചു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സുവിശേഷം കേട്ടാലുള്ള ഗുണമെന്നാന്നറിയാമോ? സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാ സന്തോഷമാണ്. ഇന്ന് രാത്രി ജീവിതത്തിൽ നിരാശയും ഭാരവും രോഗങ്ങളും പീഡകളും മനപീഡകളുമായിട്ട് ജീവിതം അവസാനിപ്പിക്കാം. ഇനി ആത്മഹത്യന്റെ മുന്നിൽ ഒരു വഴിയുള്ളൂ. നേടുവിടാം, അല്ലെ ആറ്റിച്ചാടിച്ചാകാം, വേഷം കഴിക്കാം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാമെന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ മനപ്രയാസം മാറ്റി, മനോഭീതി മാറ്റി, ചിത്തപ്രമം മാറ്റി, ഏകോചിന്ത മാറ്റി, കെടുതികൾ മാറ്റി നിന്റെ ജീവിതത്തെ സന്തോഷ പരിപൂർണമാക്കുവാൻ കഴിവുള്ളതാണ് സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാ സന്തോഷം നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ തിങ്ങി വിങ്ങുന്ന വേദനകളും പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിവുള്ള ഒരുവനുണ്ട്, നസറയനാകുന്ന യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ജീവിതത്തെ സമർപ്പിക്ക്. ഇന്ന് രാത്രി ജീവിതം ധന്യകരമായി തീരും. പ്രൈസ് ദി ലോർഡ്. കടന്നു വാ യേശു നിന്നെ വിളിക്കുന്നു. കടന്നു വാ യേശു നിന്നെ വിളിക്കുന്നു. മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന. പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട. യേശു നിന്നെ വിളിക്കുന്നു. യേശു നിന്നെ വിളിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാ സന്തോഷമാണ് സുവിശേഷം. മദ്യം നിനക്ക് സന്തോഷം തരത്തില്ല, ലഹരി പദാർത്ഥങ്ങൾ നിനക്ക് നിത്യസന്തോഷം തരത്തില്ല, മറ്റ് ഭാവ വഴികളും ഭാവകൃതികളും ഭാവ മ്ലേച്ഛതകളും നിനക്ക് നിത്യസന്തോഷം തരത്തില്ല. എന്നാൽ സന്തോഷം തരുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. അവൻ ലക്ഷ്യബോധമില്ലാതെ ജീവിതം ഹോമിക്കുവാനും ജീവിതം നശിച്ചു പോകേണ്ട സ്ഥാനത്ത് നിന്ന് അവൻ കുടുംബത്തിൽ സമാധാനമില്ലാതെ, അവൻ തനിക്ക് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ അവൻ നശിച്ചു പോകേണ്ട തന്നെയും യേശു രക്ഷിച്ചു. അവിടുത്തെ അവൻ ദിവ്യ സമാധാനവും നിത്യ സന്തോഷവും കർത്തൃദാസനും പകർന്നു. അദ്ദേഹം പ്രാരംഭത്തിൽ സാക്ഷ്യം അർപ്പിച്ചു. ഇവിടെ ഇരിക്കുന്ന പലരും മൈക്ക് കൊടുത്താൽ അല്ലെങ്കിൽ അവസരം കിട്ടിയാൽ ചോദിക്ക്. ഒരു കാലത്ത് സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ശാന്തിയില്ലാതെ, കുടുംബത്തിൽ ആലോക്യവും അടിപിടിയും കേസും ബഹളവും എന്ന് വേണ്ട നാനാവിധമാകുന്ന പലവിധ പ്രശ്നങ്ങളിൽ പെട്ടു വലഞ്ഞവരാ. എന്നാൽ അവർക്കെല്ലാം യേശുവിനെ അറിയുവാൻ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ, യേശു ക്രിസ്തുവിന് ജീവിതം സമർപ്പിക്കുവാൻ, ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ദൈവം കാലാകാലങ്ങളിൽ ഭാഗ്യം കൊടുത്തു. ഇന്ന് രാത്രി അവരുടെ എല്ലാ ഉള്ളിൽ നിറഞ്ഞ സന്തോഷമുണ്ട്. എന്താ സന്തോഷം? അത് സുവിശേഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത്ര സൗഭാഗ്യം ഈ ചിന്തയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമാ. ഓ ഇത്ര സൗഭാഗ്യം ചേർന്ന് പാടും. ഓ ഇല്ല മറ്റെങ്ങും നിശ്ചയമാ. ഓ തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ പോരാത്ത കണ്ണീരെ മണ്ണിലുള്ളൂ. ഓ തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ പോരാത്ത കണ്ണീരെ മണ്ണിലുള്ളൂ. ഓ ആശ്രയം യേശുവിൽ എന്നതിനാ ഭാഗ്യവാൻ ഞാൻ.
ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമാ. ഓ ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരെ മണ്ണിലുള്ളോ, മണ്ണിലുള്ളോ. ഓ തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരെ മണ്ണിലുള്ളോ, മണ്ണിലുള്ളോ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ചിന്തിച്ചു വന്നത് എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക്. ആരാണ് സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും സുവിശേഷം കേൾക്കണം. സുവിശേഷം കേട്ടാലുള്ള ഗുണം എന്നാ? സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് വിവരിക്കുന്നില്ല, ഓടിച്ചങ്ങ് നിർത്തുക. ദൈവത്തിന് സ്തോത്രം. 5, സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? അതുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. സുവിശേഷം കേട്ടാൽ എന്തൊക്കെ സംഭവിക്കും, എന്ത് നടക്കും? സ്തോത്രം. ശരിയായ നിലയിൽ സുവിശേഷം കേട്ടാൽ എന്തോ സംഭവിക്കും. 1, ശരിയായ നിലയിൽ സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. ഒരു വാക്യം വായിച്ചോ, ഒരു വാക്യം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ഉം 15-ഉം വായിക്കുക. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കുന്നു പറഞ്ഞു. സുവിശേഷത്തിൽ വിശ്വസിക്കണം. ആ ശരിയായ നിലയിൽ സുവിശേഷം കേട്ടാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ മാനസാന്തരം ഉണ്ടാകും. മാനസാന്തരം ഉണ്ടാകണം. എന്തുവാ ഈ മാനസാന്തരം? സഭ മാറുന്നതല്ല മാനസാന്തരം. നേരത്തെ എവിടായിരുന്നു? കത്തോലിക്കര്. ഇപ്പൊ എവിടാ? യാക്കോബായില്. അതാണോ മാനസാന്തരം? അതിനെ യാക്കോബായിന്ന് വള്ളത്തെ കയറി പോകാൻ ബുദ്ധിമുട്ടാ, അടുത്തുണ്ടല്ലോ, നടന്നങ്ങോട്ട് കയറിയാ പോരെ. അത് മാനസാന്തരമല്ല. നേരത്തെ എവിടായിരുന്നു? നേരത്തെ ഞാൻ ഹൈന്ദവ പശ്ചാത്തലത്തിലായിരുന്നു. ഇപ്പൊ എങ്ങനെ? ഇപ്പൊ പള്ളിയിലാ പോകുന്നത്. അതെന്നാ? എവിടെയെങ്കിലും ഒന്ന് പോയാൽ മതിയല്ലോ. അതല്ല മാനസാന്തരം. മാനസാന്തരം സഭ മാറ്റുന്നതല്ല, മതം മാറ്റുന്നതല്ല, നാട് വിടുന്നതല്ല മാനസാന്തരം. മാനസാന്തരത്തിന് ശരിയായ ഒരു പ്രയോഗം വേറെ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ ഒരു തിരിഞ്ഞു വരവാണ്. എന്തോ തിരിഞ്ഞു വരവ്? നേരത്തെ ചെയ്തതും പ്രവർത്തിച്ചതും അനുഷ്ഠിച്ചതും ആചരിച്ചതും ഏതാ? പാപകൃതികളെ. മദ്യപാനമാണ്, മദ്യപാനം, പുകവലിയാണ്, പുകവലി ലഹരി പദാർത്ഥമാണ്, അങ്ങനെ അടിപിടി, കേസ്, കോടതി, വഴക്ക്, പുക്കാറ്, തമ്മിത്തല്ല, ഇങ്ങനെയൊക്കെ നാട്ടുകാർക്കും വീട്ടുകാർക്കുമൊക്കെ പേടി സ്വപ്നമായി ജീവിച്ച് അനേകരെ പേടിപ്പിച്ച് പുള്ളിയും പേടിച്ച് പേടിച്ചോണ്ടില്ലയോ നാട് വിട്ടത്? തൻ്റെ ഇടമുള്ളവനാന്ന കൈനേരി തന്നെ നിന്നാ പോരെ. പണ്ടൊരാൾ ഞങ്ങളുടെ ഒരു സുവിശേഷകൻ പ്രസംഗിക്കുന്ന സമയത്ത് പുള്ളിക്ക് സാക്ഷ്യത്തിന് സമയം കൊടുത്തു. അപ്പോൾ അദ്ദേഹം വേറൊരാൾ പറഞ്ഞു ഗുണ്ടയായിരുന്നെന്ന്. ഗുണ്ട നേരത്തെ. അപ്പോൾ പുറകെ എഴുന്നേറ്റ് പുള്ളി പറഞ്ഞു ഗുണ്ട എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ മഹാകാരുണ്യം കൊണ്ട് നാട്ടുകാരുടെ തല്ലി മേടിക്കാതെ രക്ഷപ്പെട്ടു പോകുന്നവനാണ് ഗുണ്ട. അതല്ലേ ശരി? ദൈവത്തിൻ്റെ മഹാകരുണ കൊണ്ട് നാട്ടുകാരുടെ തല്ലി മേടിക്കാതെ രക്ഷപ്പെട്ട് നടക്കുന്നവനാ ഗുണ്ട. അപ്പൊ ഇങ്ങനെ പാപ വഴികളിൽ നടന്ന് മദ്യപാനത്തിലും വെറുക്കൂത്തിലും ലഹരി പദാർത്ഥത്തിലും ഒക്കെ അടിമപ്പെട്ട് ജീവനം അതെ തകർന്ന് തരിപ്പണമായി കുടുംബത്തിൽ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ തകർന്ന ജീവിതങ്ങളുണ്ട്. അവർ ഈ സുവിശേഷം കേട്ട് കഴിയുമ്പോൾ അവർക്ക് അനുതാപം ഉണ്ടാകണം. അതാ സുവിശേഷം കേട്ടാൽ. പോലീസിന്റെ ലാത്തിക്കോ പ്രത്യേക ശാസ്ത്രങ്ങൾക്കോ മതത്തിന്റെ ആചാരങ്ങൾക്കോ വ്യക്തികളുടെ വാഗ്ധോരണികൾക്കോ മനുഷ്യന് മാനസാന്തരം കൊടുക്കാൻ കഴിയത്തില്ല. മാനസാന്തരം കൊടുക്കുവാൻ കഴിവുള്ളത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്.
അതിനായി സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. എന്താ ഈ മാനസാന്തരം? തിരിഞ്ഞു വരണം. വായിച്ചേ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ അതിന്റെ 19-ാം വാക്യം വായിച്ചേ. 3:19. മൈക്ക് കൂടെ. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മറഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിയണം. അതാ മാനസാന്തരം. എന്തുവാ? തിരിയണം. ദൈവത്തിന്റെ മഹത്വം. തിരിയണം, നന്നായിട്ട് തിരിയണം. ഒന്ന് തിരിഞ്ഞാച്ച് പിന്നെ നേരെ അങ്ങ് പോകരുത്. അങ്ങനെ മാനസാന്തരപ്പെടുന്ന അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു പിന്നെ നേരെ പഴയ വഴി കൂടെ പോകും. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു യോഗത്തിന് പോകുക. അപ്പോൾ തിരുവല്ല സ്റ്റാൻഡിൽ നിന്നു ബസ്സിന് മാവേലിക്കര ചെട്ടികുളങ്ങരയ്ക്ക് അപ്പുറം ഈരയുടെ യോഗത്തിന് പോകണം. ഒരു വീടുണ്ട് കൊച്ചു വീട്ടിൽ. പേര് കൊച്ചു വീട്ടിലാണെങ്കിലും വീട് വലുതാണ്. ചിലക്ക് വലിയ വീട്ടിലെന്നാ പേര്, ചെറിയ വീടാണ്. ഇത് കൊച്ചു വീട്ടിലെന്ന് പേരെങ്കിലും നേരെയും ചുറ്റുപാടുമുള്ള വലിയ വീടാണ്. ലീലാമ്മ അവരുടെ വീട്ടിൽ യോഗത്തിന് പോവുക. അപ്പൊ രാവിലെ ആ KSRTC സ്റ്റാൻഡിൽ നിന്നു. ബസ് പലതും വന്ന് തെള്ളായതുകൊണ്ട് 1-2 കയറിയില്ല. പിന്നെ ഒരു ബസ് വന്നു, അധികം ആളില്ല, ഓർഡിനറിയാ. അത് കയറി കണ്ടക്ടറുടെ സീറ്റിനോട് ചേർന്ന് ഞാനും അങ്ങിരുന്നു. അതാകുമ്പോൾ വലിയ ശല്യമില്ല. പുള്ളി ഇടയ്ക്കിടയ്ക്ക് പോവുകയും ചെയ്യും, എനിക്ക് അല്പം ചൊവ്വഞ്ഞിരിക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെ ഇരുന്നപ്പം ഞാനിരുന്ന സീറ്റിന്റെ 2 സീറ്റ് മുമ്പിലെ ഒരപ്പച്ചൻ വന്നിരുന്നു. പ്രായമുള്ള അപ്പച്ചന്. അപ്പച്ചനും ആ സൈഡ് സീറ്റിൽ ഇരുന്ന്. അപ്പം ബസ് തിരുവല്ല ഇന്ന് വിട്ടു. കാവുമ്പാൻ കഴിഞ്ഞ് പൊടിയാടി കഴിഞ്ഞ് ബസ് പോവുക. അപ്പം അപ്പച്ചനെ ടിക്കറ്റ് എടുത്തു. അപ്പം അപ്പച്ചൻ പറഞ്ഞു, സാറേ പുത്തുകുളപ്പടി, അതായത് മാന്നാർ കഴിഞ്ഞ് കോയിക്കമുക്കം കഴിഞ്ഞ് സ്റ്റോർമുക്കും കോയിക്കമുക്കം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ആ പുത്തുകുളപ്പടി ഇറങ്ങണം. എന്നിട്ട് അപ്പച്ചൻ പറഞ്ഞു, സാറേ ഇറക്കണേ എന്നെ. എനിക്ക് വലിയ ഇഷ്ടമില്ല, ഇറക്കണം. കണ്ടക്ടർ പറഞ്ഞു, ഇറക്കാം അപ്പച്ച, ഇരുന്നു. വണ്ടി ഇങ്ങനെ കാവുമ്പാകമൊക്കെ കഴിഞ്ഞ് പൊടിയാടിയും കഴിഞ്ഞ് പുളിക്കീട് പാലവും കയറി പുളിക്കീടും കഴിഞ്ഞ് പരിമല സ്റ്റോപ്പ് മാന്നാറും ഒക്കെ കഴിഞ്ഞ് പോകുക. അപ്പം രാവിലത്തെ യാത്രയും അപ്പച്ചൻ എനിക്ക് തോന്നുന്ന തല നിറച്ച് എണ്ണ വെച്ച് നല്ല കുളിർമയുണ്ട്. രാവിലത്തെ വലിയ സ്പീഡിലല്ല പോകുന്ന കാറ്റും സൈഡ് സീറ്റിലുള്ള ഇരിപ്പും ആ വലിയ തെള്ളില്ലാത്ത യാത്രയൊക്കെ ഉണ്ട്. അപ്പച്ചൻ അങ്ങ് മയങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേ കണ്ടക്ടർ അങ്ങ് വിട്ടുപോയി. വേറെ ആൾക്കാർ കയറി ടിക്കറ്റ് കൊടുക്കുകയും എടുക്കുകയും ചെയ്ത് പുത്തുവിളപ്പടി കഴിഞ്ഞ് മുമ്പോട്ട് പോയി കല്ലുമൂടും കഴിഞ്ഞ് ചെറുകോലാകാറായി. അന്നേരം ആ കണ്ടക്ടർ അപ്പച്ചൻ ഇവിടെ ഉടനെ അപ്പച്ചൻ എഴുന്നേറ്റു. ഇതിനിടെ അപ്പച്ചൻ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കിയപ്പം കല്ലുമൂടും എല്ലാം കഴിഞ്ഞല്ലോ. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, അടിക്ക് സാറേ എന്ന് പറഞ്ഞു. പുള്ളി പെട്ടെന്ന് അടിച്ചു. ബസ് നിർത്തി. സ്റ്റോപ്പിലല്ല, ഇടയ്ക്കാണ് നിർത്തിയത്. പഴയ ആളല്ലേ. അപ്പച്ചൻ പറഞ്ഞു, എടോ തന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെ പുത്തുവിളപ്പടി ഇറക്കണം. പുള്ളിയൊന്നും മിണ്ടുന്നില്ല. കണ്ടക്ടർ അബദ്ധമായി. അപ്പൊ എഴുന്നേറ്റ് വന്നു. ഓരോന്ന് പറഞ്ഞായി വരുന്നത്. തന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെ പുത്തുവിളപ്പടി ഇറക്കണമെന്ന്. താനെ പിന്നെ എന്തോർത്തുകൊണ്ട് നിൽക്കുകയായിരുന്നെന്നൊക്കെ ചോദിച്ച പുള്ളിയൊന്നും മിണ്ടിയില്ല. ഇറങ്ങി പടി ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ലാസ്റ്റ് ഇങ്ങോട്ട് താഴോട്ട് കാല് വെച്ച് എന്നിട്ട് അപ്പച്ചൻ പറഞ്ഞു, എടോ ഞാനിനി പുറകോട്ട് നടക്കണമല്ലോടോ. അപ്പം പിടി വിട്ടു. ഉടനെ കണ്ടക്ടർ പറയാ, അപ്പച്ചാ, പുള്ളി രസികനാ, അപ്പച്ചാ ഈ 19 തികഞ്ഞ ഈ സമയത്ത് 80 വയസ്സോളം കാണും. 19 ആയ ഈ സമയത്തെ അപ്പം രാവിലെ ആയി തുരുതുരുതുരുതുരാന്ന് വണ്ടി വരുന്ന ഈ മെയിൻ റോഡിൽ കൂടെ അപ്പച്ചൻ പുറകോട്ട് നടക്കരുത്, തിരിഞ്ഞേച്ച് മുന്നോട്ട് നടക്കാൻ. കണ്ടക്ടറുടെ മറുപടിയാ. തുരുതുരുതുരുതുരാന്ന് അപ്പച്ചൻ പറഞ്ഞു, ഞാൻ ഈ പുറകോട്ട് നടക്കണമല്ലോ എന്ന്. അപ്പൊ കണ്ടക്ടർ ഇതാ പറഞ്ഞേ, ഈ തുരുതുരുതുരാന്ന് വണ്ടി വരുന്ന സമയത്ത് രാവിലെ അപ്പച്ചൻ ഈ 80 വയസ്സുള്ള അപ്പച്ചൻ പുറകോട്ട് നടക്കരുത്, അപ്പച്ചൻ തിരിഞ്ഞേച്ച് മുന്നോട്ട് നടക്കണം. അതാ മാനസാന്തരം, തിരിയണം. ചിലര് തിരിയുന്നതായിട്ടൊന്ന് കണ്ടേച്ച് പിന്നെ മുമ്പോട്ടങ്ങ് പോവുക. അത് മാനസാന്തരമല്ല.
ശരിയായ മാനസാന്തരം, സുവിശേഷം കേട്ടാൽ നിനക്കൊരു തിരിഞ്ഞു വരവ് ആവശ്യമാണ്. എവിടേക്ക് തിരിയണം? നീ ദൈവത്തിങ്കിലേക്ക് തിരിയണം. അതാ മാനസാന്തരം. അതിനാ ദൈവത്തെങ്കിലേക്ക് തിരികണം. ദൈവത്തിൽ നല്ലയോ അകന്നു പോയത്? ഏതൻ തോട്ടത്തിൽ വെച്ചല്ലോ ഇത് സംഭവിച്ചത്. അവൻ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് പുതിച്ച് പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവസന്നിധി വിട്ട് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് മനുഷ്യവർഗം അകന്നു പോയി. ആ മനുഷ്യൻ തിരിച്ചു വരുന്നതാണ് മാനസാന്തരം. എവിടേക്ക് തിരിച്ചു വരുന്നു? ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ വഷളത്വമെല്ലാം വിടും. വഷളത്വം വിടും. 8:21 വായിച്ചോ, അപ്പോസ്തല പ്രവൃത്തി. വഷളത്വം വിടുന്നതായി മാനസാന്തരം. വായിച്ചോ 8:21. പെട്ടെന്ന് നിർത്തിയേക്കാം. നിന്റെ ഹൃദയം ദൈവസന്നിധി. മൈക്കിന്റെ കുഴപ്പമാണോ? കാറ്റ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതായിക്കൊണ്ട് നേരുള്ളതല്ലായികൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. അടുത്തത് നീ ഈ വഷളത്വം വിട്ട് അതാ പറയേണ്ടത്. മാനസാന്തരപ്പെട്ട് പോരെന്ന് ചോദിച്ചാൽ ഇതല്ലേ വായിക്കേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ വായിക്കുന്നത് വഷളത്വം വിടണം. ദൈവത്തിന് മഹത്വം. വഷളത്വം വിടണം. അതാ മാനസാന്തരം. ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു വരണം. ജീവിതത്തിലെ വഷളത്തരമെല്ലാം വിടണം. സ്തോത്രം. അതാ മാനസാന്തരം. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, സുവിശേഷം കേട്ടാൽ നടക്കുന്ന ആദ്യത്തെ കാരണം ആ കാര്യം മാനസാന്തരപ്പെടും. നേരത്തെ ചെയ്തതും പ്രവർത്തിച്ചതും അവൻ അനുഷ്ഠിച്ചതും അവൻ ചെയ്തു കൂട്ടിയതെല്ലാം അവൻ മാനസാന്തരം വരുമ്പോൾ വിട്ടുകളയും. വഷളത്വം വിടണം. ദൈവത്തിന് മഹത്വം. അതാ മാനസാന്തരം. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിനെ ഉള്ളത്തിലേറ്റെടുക്കണം. മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. സ്തോത്രം. ചെയ്ത തെറ്റിനെ പറ്റി പശ്ചാത്താപം വന്ന് ഏറ്റു പറഞ്ഞ് അത് ഉപേക്ഷിച്ചതിന് ശേഷം യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കണം. 5 പൈസ കൊടുക്കണ്ട, അര കാശും മുടക്കണ്ട, ഒരു പൈസയും കൊടുക്കണ്ട. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശുവേ ഞാനൊരു പാപിയാ, എൻ്റെ പാപത്തെ ക്ഷമിച്ച് എൻ്റെ ഉള്ളത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണമെന്ന് ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു ക്രിസ്തു രക്ഷിക്കും. അവിടുന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനാ. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ദൈവത്തിന് മഹത്വം. ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ സുവിശേഷം കേട്ടാനുള്ള ഗുണം 1, മാനസാന്തരം ഉണ്ടാകും. ദൈവത്തിന് മഹത്വം. 2, ശരിയായ നിലയിൽ സുവിശേഷം കേട്ടാൽ നടക്കുന്ന രണ്ടാമത്തെ കാര്യം, അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 35 മുതൽ താഴോട്ടുള്ള തിരുവെടുത്ത് വായിക്കേണ്ടത്. 1-2 വാക്യം ഒന്ന് വായിച്ചോ, എല്ലാം വിശദീകരിക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 35 മുതൽ താഴോട്ടുള്ള തിരുവെടുത്തൊന്ന് വായിച്ച് സഹായിച്ചാട്ടെ. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. ഫിലിപ്പോസ് ഈ തിരുവെഴുത്തുകളെ ആധാരമാക്കി, പശ്ചാത്തലം വിസ്തരിക്കുന്നില്ല. യെരൂശലേമിൽ ആരാധനയ്ക്ക് പോയ ഷണ്ണൻ, എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രിയാ, ധനകാര്യമന്ത്രി ഷണ്ണൻ, അവൻ തിരിച്ച് ആരാധന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ യെശയ്യാ പ്രവചനത്തിന്റെ പുസ്തകം തേരിലിരുന്ന് വായിക്കുക. ഫിലിപ്പോസിനോട് ദൈവാത്മാവ് പറഞ്ഞു, നീ ഗസയ്ക്കുള്ള നിർജ്ജന ദേശത്തെ സ്ഥലത്തേക്ക് പോകണം. അവിടെ ഒരു തേര് വരും, തേരിനോട് ചേർന്ന് കിടക്കണം. ചേർന്ന് നടന്നു. ഒടുവിൽ തേരിൽ കയറി 2 പേരും സംഭാഷിക്കുന്നു. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഫിലിപ്പോസ് ഷണ്ണനോട് സുവിശേഷം അറിയിക്കുന്നു. ഒന്നുകൂടെ വായിച്ചോ 35. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അപ്പോൾ സുവിശേഷം അറിയിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? സുവിശേഷം അറിയിച്ചാൽ 1, മാനസാന്തരം ഉണ്ടാകും. മാനസാന്തരം വരുന്നില്ലെങ്കിൽ അത് ശരിയായ സുവിശേഷമല്ല. മാനസാന്തരം ഉണ്ടാകണം. ചെയ്ത തെറ്റിനെ പറ്റി പശ്ചാത്താപം വന്ന് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കണം. അതാണ് മാനസാന്തരം. അപ്പോൾ 1, സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. 2, ഇവിടെ വായിക്കുന്നത് ഫിലിപ്പോസ്, ഒന്നുകൂടെ വായിച്ചോ 35. ഫിലിപ്പോസ് ഈ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അടുത്ത വാക്യം,
അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ അങ്ങനെ സുവിശേഷം അറിയിക്കുക. സുവിശേഷം പറയുക. ഫിലിപ്പോസ് ഉപദേശി ഷണ്ണനോട് മന്ത്രിയോട് സുവിശേഷം പറയുക. അങ്ങനെ സുവിശേഷം പറഞ്ഞ് അവരിങ്ങനെ വഴി പോകുമ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വഴി കൂടെ പോകുമ്പോൾ വെള്ളമുള്ളൊരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ ഇതാ വെള്ളം ഞാൻ സ്നാനം വെള്ളമുള്ളൊരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ ഫിലിപ്പോസിനോട് പറയാ, ഇതോ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം? എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷം കേട്ടാൽ രണ്ടാമത്തെ കാര്യം സ്നാനപ്പെടണം. ഒന്ന് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. രണ്ട്, നിർമ്മല സുവിശേഷം കേട്ടാൽ രണ്ടാമത്തെ കാര്യമാണ് സ്നാനം പെന്തിക്കോസുകാർ കണ്ടുപിടിച്ച മാർഗമല്ല, തെറ്റിദ്ധരിക്കരുത്. ഉപദേശിമാർക്ക് വെള്ളത്തിൽ ചാടണം കൂടെ അതിനവർ കണ്ടുപിടിച്ച മാർഗം. ഇപ്പോൾ ചൂടും പുകച്ചിൽ കൂടെ എടുത്ത് ചാടാവല്ല, അല്ലല്ല, അവർ കണ്ടുപിടിച്ച മാർഗമല്ല ഇത്. ദൈവത്തിന്റെ വചനത്തിൽ സർവജ്ഞനായ ദൈവം മുന്നമേ കുറിച്ചു വെച്ച വിഷയങ്ങളാണ്. സ്നാനമോ ജഡത്തിന്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കുക, യേശുവിനോട് ചേരുവാൻ, യേശു ക്രിസ്തുവിനെ ധരിക്കുവാൻ, യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. ഇത് ദൈവത്തിന്റെ കൽപ്പനയാ. കർത്താവ് മുതലേ പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിലെ കഴിയുമ്പോൾ സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കണം. ആമേൻ, സ്തോത്രം. മാത്രമല്ല അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണം. ഇതാ സുവിശേഷം. ഇതിനപ്പുറം വേറൊരു സുവിശേഷവും ഇല്ല. ഇത് ഞങ്ങളെ കണ്ടുപിടിച്ചതല്ല, ഞാൻ കണ്ടുപിടിച്ചതല്ല. ഇത് വിശുദ്ധ തിരുവെഴുത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ച പരമസത്യമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, രണ്ടുപേരും സുവിശേഷം ഫിലിപ്പോസ് സുവിശേഷം പറഞ്ഞു, ഷണ്ണൻ സുവിശേഷം കേട്ടു. ആ സുവിശേഷത്തിനകത്ത് രക്ഷയും മാനസാന്തരവും രക്ഷയും സ്നാനവും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സുവിശേഷം കേട്ട് രണ്ടുപേരും കൂടെ വെള്ളമുള്ള സ്ഥലത്ത് വന്നപ്പോൾ ഷണ്ണൻ പറയുക, വേണ്ട വെള്ളം, സ്നാനപ്പെടുന്നതിന് ആ തടസ്സം. അപ്പോൾ ശരിയായ സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കണം. എങ്ങനെയാ സ്നാനം? രണ്ടുപേരും വെള്ളത്തിൽ ഇറങ്ങി. അങ്ങനെ തിരുവെഴുത്തിലെ സ്നാനം. യേശുവും യോഹന്നാനും വെള്ളത്തിൽ ഇറങ്ങിയെന്ന്. യേശുവിൻ്റെ കൈക്കീഴിൽ യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനപ്പെട്ടു. ആദ്യം യോഹന്നാനെ യേശു തടഞ്ഞു. സ്തോത്രം. യോഹന്നാൻ തടഞ്ഞു യേശുവിനെ. നിന്നാൽ സ്നാനപ്പെടാനാ ഞാൻ വന്ന, പിന്നെ എന്നാൽ നീ സ്നാനപ്പെടുന്നു. അപ്പോൾ യേശു കർത്താവ് യോഹന്നാൻ സ്നാപകനോട് പറഞ്ഞു, യോഹന്നാനെ ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമാ. സ്നാനം ദൈവത്തിന്റെ നീതിയാ, ദൈവത്തിന്റെ കൽപ്പനയാ, യേശുവിനോട് ചേരുന്നതാ, യേശുവിനെ ധരിക്കുന്നതാ, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. അതാ സുവിശേഷം. സ്തോത്രം. യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവിൻ, കാണുവിൻ ദേവജാത യോർദാൻ നദീ ജലത്തിൽ നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിത്രമോർത്തിടുവിൻ. നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിത്രമോർത്തിടുവിൻ. സ്നാപകയോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ, സ്നാപകയോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല നാട്ടിൽ നിന്നു ദൂരത്തു വന്നു നാഥൻ നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക. തന്നെ തടയുന്നിതാ സ്നാപകൻ താഴ്മയോടെ, തന്നെ തടയുന്നിതാ സ്നാപകൻ താഴ്മയോടെ. നിന്നാലടിയൻ സ്നാനം ഏൽക്കേണ്ടതായിരിക്കെ അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നു. അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നു. യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക്, യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക് സാഫല്യമേകിടുവാൻ ഞാനിപ്പോൾ വന്നിരിക്കെ മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്കാൻ സമ്മതമായി. മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്കാൻ സമ്മതമായി. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പോൾ ശരിയായി സുവിശേഷം കേട്ടാൽ, സുവിശേഷം അനുസരിച്ചാൽ, ഒന്ന് മാനസാന്തരം ഉണ്ടാകും, രണ്ട് സ്നാനമുണ്ടാകും. ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്തുക. മൂന്ന്, ശരിക്ക് സുവിശേഷം അറിയിച്ചാൽ എന്ത് സംഭവിക്കും? മൂന്ന്,
അഭിഷേകം പ്രാപിക്കും. അതുകൂടെ വായിച്ചങ്ങ് നിർത്താം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 44 മുതൽ അങ്ങ് വായിച്ചു. 44 മുതൽ വായിച്ചു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയിൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. നിങ്ങൾക്ക് പശ്ചാത്തലം അറിയാൻ വിസ്തരിക്കേണ്ട. കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് വന്നു നടക്കുന്ന ശുശ്രൂഷയാ. കൊർന്നല്യോസ് ഭക്തനാ, ധർമ്മം കൊടുക്കുന്നവനാ, പരമഭക്തനാ, നീതിമാനാ, നല്ല മനുഷ്യനാ. ദൂതം എന്ന് പറഞ്ഞു, കൊർന്നല്യോസെ ഭക്തിയും പ്രാർത്ഥനയും ധർമ്മവും എല്ലാം ഇഞ്ഞു വന്നെന്ന് പറഞ്ഞു. മേളി വന്നു. പിന്നെയോ നീയും കൂടെ വരണം. അതെല്ലാം വന്നേച്ച് നീ വരാതിരുന്നാലോ? പണ്ടൊരാൾ സന്യാസം പഠിക്കാൻ ചെന്നു. സന്യാസം പഠിക്കാൻ ഗുരുവിൻ്റെ അടുക്ക ചെന്നതാ, ബ്രഹ്മചാരിയാകാൻ. അപ്പൊ ചെന്നപ്പോ ചോദിച്ചു, പേരെന്നാ? പേര് ചാരി. പേരുമൊക്കെ എഴുതി. അവിടെ ബ്രഹ്മചര്യം പഠിച്ചു. കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് നമ്മൾ പുള്ളിയിൽ വേറെ ചില കാര്യങ്ങൾ കണ്ടു. ഗുരു വിളിച്ചു പറഞ്ഞു, ചാരി ഇഞ്ഞ് വരാൻ പറഞ്ഞു. ഇവിടെ എന്തിനു വന്നതാ? ബ്രഹ്മചാര്യം പഠിക്കാൻ. ഒരു കാര്യം ചെയ്യും, ബ്രഹ്മ ഇവിടെ വെച്ച് ചാരി അങ്ങ് പൊക്കോളാൻ പറഞ്ഞു. പുള്ളിയെ പറഞ്ഞു വിട്ടെന്നാ കേൾക്കുന്നത്. ബ്രഹ്മ ഇവിടെ വെച്ചേക്ക്, ചാരി പൊക്കോളാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിന്റെ ധർമ്മവും പ്രാർത്ഥനയെല്ലാം ഇങ്ങെത്തി, നീയും കൂടെ അങ്ങ് വരണം. നീ കൂടെ വരാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. പത്രോസിനെ വീട്ടിൽ വിളിച്ച് സുവിശേഷം കേൾക്കണം. അങ്ങനെ ആള് വിട്ട് വിസ്തരിക്കേണ്ട. പത്രോസിനെ വീട്ടിൽ വിളിച്ചു. കൊർന്നല്യോസും വീട്ടുകാരും എല്ലാം കൂടെ കൂടി, ഞങ്ങളെല്ലാം ഇവിടെ കൂടിയിട്ടുണ്ട്. പത്രോസ് സുവിശേഷം പറഞ്ഞു. നല്ല നിലയിൽ സുവിശേഷം പറഞ്ഞു. ആ സുവിശേഷം ശരിക്ക് പറഞ്ഞപ്പോൾ കേട്ടിരുന്നവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അങ്ങനെയെങ്കിൽ ശരിക്ക് സുവിശേഷം കേട്ടാൽ നീ അഭിഷേകം പ്രാപിക്കണം. ഇന്ന് രാത്രി ആ സുവിശേഷമായി ഇവിടെ അറിയിക്കുന്നത്. 1, സുവിശേഷം കേട്ടാൽ മാനസാന്തരം. 2, സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കണം. 3, സുവിശേഷം കേട്ടാൽ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കണം. സ്തോത്രം. വാക്യങ്ങൾ ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൂടെ 4 ഒരു കണക്കായിക്കോട്ടെ. 4 ദിക്കുണ്ടല്ലോ, ഒരു കണക്ക് 4. സുവിശേഷം 4 ആണല്ലോ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4. അപ്പം 4 കാര്യം പറഞ്ഞു നിർത്താം. 1 മാനസാന്തരം, സുവിശേഷം കേട്ടാൽ. 2 സ്നാനം. 3 അഭിഷേകം. 4 വേർപാട്. സുവിശേഷം കേട്ട് കഴിഞ്ഞാൽ വേർപാടുണ്ടാകും. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്നും മാറുന്നല്ല, ലോകത്തിലെ പല മോഹങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും മാമൂലുകളും എല്ലാം അങ്ങ് ഉപേക്ഷിക്കും. വേണ്ട, അതാ വേർപാട്. ലോകക്കാരെ പോലെ ജീവിക്കുകയല്ല, വേർപാട് പാലിച്ച് ജീവിക്കണം. വാക്യങ്ങൾ ഒത്തിരി ഉണ്ട്, എടുപ്പിക്കാൻ നേരമില്ല. ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ സ്തോത്രം സൂക്ഷിച്ചു വേർപെട്ടിരിക്കണം. ആ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 14 മുതൽ പൗലോസ് ആ കാര്യം പറയുന്നുണ്ട്. ഓടിച്ചു വായിച്ചോ, വ്യാഖ്യാനിക്കുന്നില്ല, വായിച്ചങ്ങ് നിർത്തിയേക്കാം. വേർപാട്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണക്കൂടരുത് എന്ന് പറഞ്ഞ ആരോടും മിണ്ടരുതെന്നല്ല. ഞാൻ പെന്തിക്കോസിൽ ആരോടും മിണ്ടുകയല്ല. നേരെ പോയി താറാവ് കയറും പോലെ ഹോളിൽ കയറി 1:30 അവിടെ ഒന്നും മിണ്ടാതെ അതാണോ? അങ്ങോട്ട് നടന്നു പോയപ്പോ അയലത്തുകാർ ചോദിച്ചു, എവിടെ പോവാം? അതല്ല വേർപാട്. എല്ലാരോടും മിണ്ടണം, എല്ലാരെയും സ്നേഹിക്കണം. ജാതിയുടെ, മതത്തിന്റെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, കുലത്തിന്റെ, കുടുംബത്തിന്റെ, മഹിമയുടെ പേര് പറഞ്ഞ് അലോഗ്യം ഉണ്ടാക്കരുത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം. സഹജീവികളെ സ്നേഹിക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കണം, പ്രായമുള്ളവരെ ആദരിക്കണം, മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം. അപ്പനെ അമ്മയെ അടുത്ത് പോളയ്ക്കാത്ത എറിയരുത്. ഉണർവ് കയറി. മനസ്സിലാകാതിയാന്നോ? അതോ മറ്റുള്ളവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം, ശുശ്രൂഷിക്കണം. പണ്ട് കാലത്ത് ഞാൻ എപ്പോഴും പറയും പ്രായമുള്ളവർ തിണ്ണയിലിരുന്നാൽ ആ വഴി നമ്മൾ പോകുകയില്ല. പെൺപിള്ളേർ വിശേഷിച്ച് പ്രായമുള്ളൊരു അടി അച്ചായം തിണ്ണയിരിപ്പുണ്ട്, അപ്പുറം കൂടെ പോകാൻ പറയും. പഴയ അമ്മമാരുടെ ഭാഷ, പരിയമ്പറത്തോടെ പോകാൻ പറയും. അച്ചാൻ അവിടെ ഇരിക്കുന്ന കണ്ടില്ലേ? ഇന്നോ അച്ചാനെങ്ങാനും തിണ്ണുന്ന ഒറ്റയടിക്കുന്നതിനെ തോട്ടിക്കളയും. നിനക്ക് പോളക്കാത്തിന്ന് കയറാൻ നേരം കാണുകയല്ല. ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ?
പ്രായമുള്ള അപ്പൻ, പ്രായമുള്ള അമ്മ, അവരെ ബഹുമാനിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം. അയലത്തുകാരാരുമായിക്കോട്ടെ, ഹൈന്ദവനോ മുസ്ലിമോ ബുദ്ധനോ ജൈനനോ അക്രൈസ്തവനോ, ഇനി നിരീശ്വരവാദിയാകട്ടെ, മനുഷ്യനല്ലേ, മനുഷ്യനായിട്ട് കാണണം, ബഹുമാനം കൊടുക്കണം, അവരെ ആദരിക്കണം. ജാതി മതവും മാർഗവും മരണവും ഒന്നും നോക്കരുത്. മനുഷ്യനെ സ്നേഹിക്കണം. യേശു അതാ പഠിപ്പിച്ചത്, സ്നേഹം. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നീ എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നേ? തമ്പേറും കൊട്ടി നടുക നടക്കുക, അപ്പുറത്തുകാരനൊരു മിണ്ടുകയല്ല. തമ്പേർ അടിച്ചൊരു വശം പൊട്ടിച്ചു. ഇനി ഒരു തമ്പേർ പറഞ്ഞിട്ടുണ്ടെന്ന് കുമ്പനാട്ടിൽ നിന്ന്. എന്തിന്? മനസ്സിലാകുന്നുണ്ടാവല്ലോ. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയല്ല, ഞാനങ്ങ് അടങ്ങുക. മറ്റുള്ളവരെ സ്നേഹിക്കാൻ, കരുതാൻ. അപ്പോൾ അവിശ്വാസികളുമായി ഇണങ്ങില്ലാപ്പണ കൂടരുതെന്ന് പറഞ്ഞാൽ അവർ മിണ്ടരുതെന്നോ സഹകരിക്കരുതെന്നോ അല്ല നിന്റെ അർത്ഥം. ആവശ്യമില്ലാത്ത ചടങ്ങുകൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതിലൊന്നും പോയി. ഞാൻ എപ്പോഴും പറയും, മരണ വീട്ടിലൊക്കെ പറയും, എടാ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവർ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. ചത്ത് കഴിഞ്ഞ് ചെയ്തിട്ടൊരു ഗുണവും ഇല്ല. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്നവർ പൂ കൊണ്ട് കൊടുത്ത റോസാ പൂവോ മുല്ലപ്പൂവോ ഏതായാലും പൂ അത് തിണ്ണായിരിക്കും അപ്പനും അമ്മയും. അവരാ പൂ മണക്കും. അതിൻ്റെ എതൽ പോലും പൊഴിഞ്ഞാൽ കളയത്തില്ല, പാത്ത് വെക്കും. ഇടയ്ക്ക് കമ്പാന്നേലും എടുത്ത് മണക്കും. എൻ്റെ കുഞ്ഞ് തന്നതാ. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ചെല്ലത്തുമില്ല, കാണത്തുമില്ല, മിണ്ടത്തുമില്ല, മൃങ്ങലിക്കത്തുമില്ല. ചത്ത് കഴിയുമ്പോൾ ആലപ്പുഴ കിടക്കുന്ന പൂവെല്ലാം കൂടെ മുല്ലയ്ക്ക് ചെന്ന് ഒരു ലോഡ് പൂ. എന്തിനാ? തള്ളയുടെ നെഞ്ചത്തെ ജീവിച്ചിരുന്നപ്പോൾ ഒരു പൂ കൊണ്ട് കൊടുത്താണ് ഈ ഒരു ലോഡ് പൂ ഇപ്പൊ കൊണ്ടിറക്കണം. ഇത് ചെയ്യേണ്ട കാര്യമൊക്കെ ചെയ്യണം. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ നാഴി അരി കൊടുക്കുക, കഞ്ഞി വെച്ച് കുടിക്കും. മുളകുടച്ചതാന്നേലും ചൂടുകഞ്ഞി കോരി കുടിച്ചോളും, പ്ലാവല കൂട്ടിയാന്നേലും. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഗുണവും ചെയ്യല്ലേ. ചത്ത് കഴിയുമ്പോൾ അന്തും ബന്ധുവും എല്ലാം എടുത്തിട്ട് സ്വർഗത്തിൽ വിടാനിരിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേ. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു തോർത്ത് കൊണ്ട് കൊടുക്കുക, കുളിച്ചു തോർത്ത്. അമ്മയാണെങ്കിൽ മാറ് മറയ്ക്കും, അപ്പനാന്നെ ഉടുത്ത് ആറ്റിറങ്ങി മുങ്ങിക്കുളിക്കും. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ഒരു തൂവാലയ്ക്ക് പോലും ഗുണം ചെയ്യാത്ത നീ തന്തയും തള്ളയും ചത്ത് കിടക്കുമ്പോൾ പട്ടെല്ലാം കൂടെ കൊണ്ടിടുക. ശോശപ്പ നിന്റെ അപ്പ. എന്തിനാണ് നാട്ടുകാരെ കാണിക്കാനേ? ശോശപ്പ, ചുമന്ന പട്ട്. എന്തിന്? ജീവിച്ചിരുന്നപ്പോൾ പട്ടും കിട്ടും, ഒന്നും കൊടുക്കണ്ട, ഒരു തോർത്ത് കൊടുത്താൽ പോരായിരുന്നോ? അത് നിങ്ങൾ ആഗ്രഹിച്ചതാണല്ലോ, ഒരു കുറിയുണ്ട്. ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അടുത്ത് ചെന്ന് അല്പസമയം ഇരുന്ന കവളയിൽ ഒരു ഉമ്മ വെച്ചേ, അപ്പൻ്റെ അമ്മയുടെയും. അവർ മറക്കത്തില്ല. ഓർത്തോർത്ത് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. അവർക്ക് ഒന്നൊരു കുളിർമയുണ്ടാകും. തന്തേണെന്നെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ അടുത്തും ചെല്ലുകയില്ല, മിണ്ടുകയില്ല, കൊടുവാളും എടുത്ത് നിൽക്കുക വെട്ടിക്കൊല്ലാൻ. അപ്പനും അമ്മയും ചത്ത് കിടക്കുമ്പോൾ ഉമ്മ വെക്കാൻ നിൽക്കുക. ഇപ്പോൾ അന്തിചുംബന എന്തിനാടാ മാറി മാറി ഉമ്മ വെക്കുന്നത്? ഉമ്മ വെച്ച് ഉമ്മച്ചനെന്ന് പേരുമായി. എന്തിന്? ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമെല്ലാം ചെയ്യണം. അപ്പോൾ അവിശ്വാസികളുടെ ഇണയില്ലാപ്പണ കൂടരുതെന്ന് പറഞ്ഞാൽ മിണ്ടരുതെന്നല്ല. വായിച്ചോ മോളെ, വായിച്ചോ പെട്ടെന്ന് നിർത്തിയേക്കാം. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, എങ്ങനെ യോജിക്കും? പിന്നെ വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ. ഇരുളും വെളിച്ചം എങ്ങനെ കൂട്ടായ്മ ഉണ്ടാകുന്നത്? ഓടിച്ചു വായിച്ചു. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? പിന്നെ അല്ല വിശ്വാസിക്കും അവിശ്വാസിയുമായ എന്തോഹരി. പിന്നെ ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജന? അടുത്തത്, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. പിന്നെ ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും. ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കണം. ഇത് വേർപാടിന്റെ ഉപദേശമാണ്. സുവിശേഷം കേട്ട് കഴിഞ്ഞാൽ വേർപാട് ഉപദേശത്തിൽ നിലനിൽക്കണം. ലോകക്കാര് ചെയ്യും പോലെ, മറ്റുള്ളവർ രക്ഷിക്കപ്പെടാത്തവർ ചെയ്യും പോലെ ചെയ്യുവാനും പറയുവാനും പ്രവർത്തിക്കുവാനും അനുഷ്ഠിക്കുവാനും ആചരിക്കാനും സുവിശേഷം കേൾക്കുന്നവർക്ക് പ്രാണമില്ല. നീ ദൈവമൈതല. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നീ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്ന പറഞ്ഞത് വിഡ്ഢിത്തമാണ്, അബദ്ധമാണ്. അങ്ങനെ വിളമ്പരുത്. അടുത്തുള്ളവനെ, മറ്റുള്ളവനെ സ്നേഹിക്കുകയും കരുതുകയും ബഹുമാനിക്കുകയും ചെയ്യണം. വേർപാട് പാലിക്കണം, ശക്തമായ വേർപാട് പാലിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ ഇന്നങ്ങ് നിർത്തുക. ദൈവത്തിന് സ്തോത്രം. എന്താണ് സുവിശേഷം? ആ സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കാ സുവിശേഷം. ആരാണ് സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും സുവിശേഷം കേൾക്കണം. സുവിശേഷം കേട്ടാലുള്ള ഗുണം എന്നാ? അവൻ സുവിശേഷം കേട്ടാൽ സർവ്വജനത്തിനും സന്തോഷമുണ്ടാകും. ആ സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യങ്ങളാ ഒടുവിൽ പറഞ്ഞത്. 1 മാനസാന്തരം, 2 സ്നാനം, 3 അഭിഷേകം, 4 വേർപാട്. ഇന്ന് രാത്രി ഇത് ഈ സ്ഥലത്ത് സംഭവിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അത് സംഭവിക്കട്ടെ. ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സമീപവാസികളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്തെ ദൈവം ആശീർവദിക്കട്ടെ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം.
ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ എല്ലാവരും കൈയടിച്ച് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒത്തിരി പാടണ്ട, സന്ധ്യ മുതലേ പാട്ടായിരുന്നല്ലോ. അതുകൊണ്ട് 2 ശീല് പാടിയാൽ മതി, കൈയടിച്ച് പാടണം. സ്തോത്രം. ഈ കയ്യ് ഇതിനു വേണ്ടി മാത്രം ഉള്ളതല്ല. ഇങ്ങനെയുള്ള പാട്ട് പാടുമ്പോൾ ഒന്ന് അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. ഇത് ഞാൻ ഇതിന് മാത്രമേ കൈ ഉപയോഗിക്കുകയുള്ളൂ. അല്ല, ഈ പാട്ട് പാടുക ഇങ്ങനെ ഇപ്പൊ പാട്ട് പാടുമ്പോൾ ഇങ്ങനെ അടിച്ചാൽ അല്ലെ പിന്നെ ഒടുവിലെ ഈ വെട്ടുപാടമെന്ന് പറയുന്നത് എപ്പോഴും അടിച്ചിരിക്കണം. 24 മണിക്കൂർ ഇപ്പോൾ ഈ പാടുമ്പം ചില നേരം അടിച്ചാൽ മതി, അല്ലെ പിന്നെ കിടകിടാന്ന് അടിച്ചിരിക്കണം. അതിന് ഇട വരുത്തരുത്, ആർക്കും വരാതിരിക്കട്ടെ. അതുകൊണ്ട് 2 ശീല് പാട്ട് പാടുമ്പോൾ എല്ലാവരും കൈകൾ ചേർന്ന് അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിന്നെ കേട്ടിടുമേ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിന്നെ കേട്ടിടുമേ. ഓ നിന്റെ ജീവ എഴുതിടുമേ. വരുമേ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുമേ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. പാപം വ്യാധിയെയും ഓ മറതയല്ല ബലഹീനവും തീരാത്ത പാപം വ്യാധിയെയും ഓ മറതയല്ല ബലഹീനവും ഒരാ കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കിയിടൻ അടിപിണരാ. വരുമീ നല്ല സമയം വൃഥാവാകാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുമീ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഓ കെട്ടിയ വീടും നിലം പൊരുളും കണ്ടിടുമൂച്ചോറുടയവരും. ഓ കെട്ടിയ വീടും നിലം പൊരുളും ഉടുവിട്ടു നീ ജീവൻ പോയാ ഉട വരാതെ വേർപെടുമേ. വരും വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരും നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. അരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വാക്യം വായിച്ചു തന്ന സഹോദരിമാർക്കും നന്ദി. സമീപവാസികൾ, ദേശനിവാസികൾ, ശബ്ദപരിധി ശ്രദ്ധിച്ചവർ, ഇവിടെ വന്നിരുന്ന് വചനം കേട്ടവർ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതും എന്നെ കേട്ടിരിക്കാൻ നിങ്ങൾ മനസ്സ് വെച്ചല്ലോ. ആ സുവിശേഷം കേൾക്കുവാൻ നിങ്ങൾക്കും ദൈവം ഭാഗ്യം തന്നല്ലോ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു നിത്യദൈവം, യേശുക്രിസ്തു രക്ഷ അത് കരസ്ഥമാക്കി നല്ല അന്ത്യം പ്രാപിപ്പാൻ എന്നെ കേൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ഓർപ്പിച്ചും എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച കർത്തദാസനും ഇവിടുത്തെ മാന്യസഭയ്ക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ചൊല്ലി ഓർക്കുമ്പോൾ എന്നെയും ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. Praise the Lord.